നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പഠിതാക്കൾക്കും സഹകാരി റേസ് പ്ലസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമുക്കിന്ന് കലാ സാഹിത്യവുമായി ബന്ധപ്പെട്ട ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ആയി ബന്ധപ്പെട്ട ചില ചോദ്യ മാതൃകകളാണ് ചർച്ച ചെയ്യേണ്ടത്. ചില മുൻകാല ചോദ്യങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളിലേക്കും നമുക്ക് കടക്കാം. നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക്, ആമുഖങ്ങളില്ലാതെ ആദ്യ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: CN ശ്രീകണ്ഠൻ നായരുടെ രാമായണ നാടകങ്ങൾ ഏതെല്ലാം? തന്നിരിക്കുന്ന ഓപ്ഷനുകൾ സാകേതം, കലി, ദൈവത്താർ, ലങ്കാലക്ഷ്മി. എന്നിട്ട് അതിൻ്റെ ഓപ്ഷൻ തന്നിട്ടുണ്ട് A 1, 3, 2, 4 ഇങ്ങനെയുള്ള ഓപ്ഷൻ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമുക്കറിയാം, രാമായണ കഥയെ മുൻനിർത്തി ശ്രീകണ്ഠൻ നായർ 3 നാടകങ്ങളാണ് എഴുതിയത്. CN ശ്രീകണ്ഠൻ നായർ 3 നാടകങ്ങളാണ് എഴുതിയത്. അതിനെയാണ് രാമായണ നാടകത്രയം എന്നെല്ലാം അറിയപ്പെടുന്നത്. അതിലാദ്യം അദ്ദേഹം എഴുതിയതാണ് സാകേതം. അതിൻ്റെ മധ്യഖണ്ഡമാണ് ലങ്കാലക്ഷ്മി. അവസാനത്തേതാണ് കാഞ്ചനസീത. സാകേതം, ലങ്കാലക്ഷ്മി, കാഞ്ചനസീത. ഇതാണ് രാമായണ നാടകത്രയം എന്ന് പറയുന്നത്. CN ശ്രീകണ്ഠൻ നായർ എഴുതിയതാണ്. വളരെ വിഖ്യാതമാണ് ഈ നാടകങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന ഓപ്ഷനിൽ സാകേതം, ലങ്കാലക്ഷ്മി, അതായത് ഓപ്ഷൻ C ആണ് ഇതിൻ്റെ ശരി ഉത്തരം. ഓപ്ഷൻ C, സാകേതം, ലങ്കാലക്ഷ്മി എന്നിവയാണ് ഇതിൽ രാമായണ നാടകത്തിൽ വരുന്ന ശ്രീകണ്ഠൻ നായരുടെ രചനകൾ. ഇനി മറ്റോപ്ഷനുകളിലേക്ക് വന്നാൽ ദൈവത്താർ, അതൊരു തനത് നാടകമാണ്. കാവാലം നാരായണ പണിക്കർ എഴുതിയ തനത് നാടകമാണ് ദൈവത്താർ എന്നത്. എന്നാൽ കലി എന്ന നാടകം CN ശ്രീകണ്ഠൻ നായരുടേത് തന്നെയാണ്. മലയാളത്തിലെ ആദ്യത്തെ തനത് നാടകമായി കണക്കാക്കുന്നതും CN ശ്രീകണ്ഠൻ നായരുടെ കലി എന്ന നാടകമാണ്. കലി. അപ്പോൾ ഇതിൽ രാമായണ നാടകത്രയത്തിൽ വരുന്നത് സാകേതം, ലങ്കാലക്ഷ്മി എന്നിവയാണ്. അതുകൂടാതെ കാഞ്ചനസീത എന്നൊരു രാമായണ നാടകവും അദ്ദേഹം എഴുതിയിട്ടുണ്ട് CN ശ്രീകണ്ഠൻ നായർ. കാഞ്ചനസീത, സാകേതം, ലങ്കാലക്ഷ്മി എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ നാടകത്രയം. ഇതിൽ കാഞ്ചനസീത എന്ന ശ്രീകണ്ഠൻ നായരുടെ നാടകത്തെ തന്നെ അടിസ്ഥാനമാക്കിയാണ് അതേ പേരിൽ G അരവിന്ദൻ പിന്നീട് ചലച്ചിത്രം ആക്കി മാറ്റുന്നതും ഈ കാഞ്ചനസീതയാണ്. ഇനി നോക്കൂ, അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാന കൃതിയാണ് കലി. മലയാളത്തിലെ ആദ്യത്തെ തനത് നാടകമായി പരിഗണിക്കുന്നതും കലിയാണ്. 1967 എഴുതപ്പെടുകയും 69 ശാസ്താംകോട്ട വെച്ച് നടന്ന നാടക കളരിയിൽ അത് അവതരിപ്പിക്കപ്പെടുകയും ചെയ്തു എന്നാണ് ചരിത്രം. കാവാലം നാരായണ പണിക്കർ എഴുതിയ ഒരു തനത് നാടകം, അത് കാവ്യനാടകം കൂടിയാണ്, ദൈവത്താർ. തനത് നാടകം എന്ന് വെച്ചാൽ അതാതിടങ്ങളിലെ തനത് കലകളെ കൂടി സന്നിവേശിപ്പിച്ചു കൊണ്ടുള്ള അവതരണ ശൈലിയാണ് തനത് നാടകം എന്ന് പറയുക. ഇപ്പോൾ കേരളത്തിൽ അവതരിപ്പിക്കുമ്പോൾ കേരളത്തിൻ്റെ തനത് കലകളായ തെയ്യമോ പടയണിയോ ഒക്കെ അതിനകത്ത് കൂട്ടിച്ചേർക്കും. മറ്റൊരു പ്രദേശത്താകുമ്പോൾ അങ്ങനെ അതാതിടങ്ങളിലെ തനത് കലകളെ കൂടി സന്നിവേശിപ്പിച്ചു കൊണ്ടുള്ള അവതരണ ശൈലിയാണ് തനത് നാടകം എന്ന് പറയുക. അതിൽ ഏറ്റവും കൂടുതൽ രചനകൾ നടത്തിയത് കാവാലം നാരായണ പണിക്കരാണ്. തുടക്കമിട്ടത് CN ശ്രീകണ്ഠൻ നായരാണെങ്കിലും പിന്നീട് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയത് കാവാലം നാരായണ പണിക്കരാണ്. നോക്കൂ, അടുത്ത ചോദ്യം അതിങ്ങനെയാണ്: കണ്യാർകളി എന്ന കലാരൂപത്തിന് യോജിക്കുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? 1, പാലക്കാട് ജില്ലയിൽ മാത്രം പ്രചാരത്തിലുള്ളതാണ്. 2, മലമക്കളി, ദേശക്കളി എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. 3, ചിലപ്പതികാരത്തിലെ കണ്ണകി ദേവിയെ പ്രീതിപ്പെടുത്താനുള്ള കളിയാണിത്. തന്നിരിക്കുന്ന ഓപ്ഷനുകൾ 1, 2 ശരി, 2, 3 ശരി, 1, 2, 3 ശരി, ഇവയൊന്നുമല്ല എന്നിവയാണ് തന്നിരിക്കുന്ന ഓപ്ഷനുകൾ. ഇതിൻ്റെ ശരി ഉത്തരം ഓപ്ഷൻ C ആണ്. അതായത് ഈ തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും കണ്യാർകളിയെപ്പറ്റി യോജിക്കുന്ന പ്രസ്താവനകൾ തന്നെയാണ്. അത് പാലക്കാട് ജില്ലയിൽ മാത്രം പ്രചാരത്തിലുള്ളതാണ്. ഇതിനെ തന്നെ മലമക്കളി, ദേശക്കളി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. അതുപോലെ നമ്മുടെ കണ്ണകി ചരിതം, കോവലൻ ചരിതം അറിയാമല്ലോ, ചിലപ്പതികാരത്തിലെ ഈ ക്ഷേത്രങ്ങളിലെ തോറ്റംപാട്ടിനൊക്കെ പ്രമേയമാകുന്ന ആ കഥ, ആ കണ്ണകി ദേവിയെ പ്രീതിപ്പെടുത്താനുള്ള കളിയാണ് കണ്യാർകളി. അത് ശരി തന്നെയാണ്. ഈ തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം ശരി തന്നെയാണ്. കണ്യാർകളി കാണപ്പെടുന്നത് പാലക്കാട് നായർ സമുദായക്കാരാണ് കൂടുതലും ഈ കലാരൂപം അവതരിപ്പിക്കുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്ത് അങ്ങനെയല്ല. കണ്യാർകളി പലപ്പോഴും മറ്റ് മത്സരവേദികളിലൊക്കെ ഇടം പിടിച്ചതോടുകൂടി ഇപ്പോൾ ആ സാമുദായികമായ ചേരിതിരിവൊന്നുമില്ല. പക്ഷേ ഇത് ഉത്ഭവിക്കുന്ന കാലത്തും അടുത്ത കാലം വരെയും നായർ സമുദായത്തിൻ്റെ ആ സമുദായത്തിനിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു കലാരൂപമാണ് കണ്യാർകളി. ദേശത്ത് കളി അഥവാ മലമക്കളി എന്നറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ഉത്ഭവം പഴയ ആയോധന കലയിൽ, അതുകൊണ്ടാണ് ആ സമുദായത്തിൽ ഒതുങ്ങുന്നത്. പണ്ട് ഈ രാജാക്കന്മാരുടെയൊക്കെ പടയാളികൾ ഇല്ലേ, ഈ നായർ പടയാളികളായിരുന്നല്ലോ. അപ്പോൾ ആ ആയോധന കലയുമായി ബന്ധപ്പെട്ടാണ് കണ്യാർകളി ഉത്ഭവിച്ചത് എന്നാണ്. അതുകൊണ്ടാണ് അത് ആ സാമുദായികമായ ചേരിതിരിവിൽ നിന്നിരുന്നത്. ഇതിന്
വട്ടക്കളി, പൊറാട്ടുകളി എന്നിങ്ങനെ രണ്ട് തരം കണ്യാർ കളിയുണ്ട്. വട്ടക്കളി, പൊറാട്ടുകളി, നമ്മൾ പൊറാട്ട് നാടകം എന്ന് പറയുന്ന പോലെ വട്ടക്കളി, പൊറാട്ടുകളി എന്ന് രണ്ട് തരം കളികളുണ്ട്. അതിനുപയോഗിക്കുന്ന ഉപകരണങ്ങൾ ചെണ്ട, മദ്ദളം, ഇടയ്ക്ക, ഉടുക്ക്, ഇലത്താളം എന്നിവയാണ് കണ്യാർ കളിക്ക് വാദ്യോപകരണങ്ങളായി ഉപയോഗിക്കുന്നത്. നോക്കൂ, അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭാഷകളിലെ മികച്ച സാഹിത്യ സൃഷ്ടിക്ക് നൽകി വരുന്ന സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചവർ ആരൊക്കെയാണ്? തന്നിരിക്കുന്ന ഓപ്ഷനുകൾ: ആശാപൂർണാദേവി, ശരൺകുമാർ ലിംബാളെ, പ്രഭാവർമ്മ, എം ലീലാവതി. എ 1, 3, ബി 2, 3, സി 3, 4, ഡി 1, 2 എന്നിവയൊക്കെയാണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. അതായത് ശരൺകുമാർ ലിംബാളെ, പ്രഭാവർമ്മ, ഇവർ രണ്ടുപേരാണ് സരസ്വതി സമ്മാൻ നേടിയത്. ഈ തന്നിരിക്കുന്ന ലിസ്റ്റിൽ ഇവർ രണ്ടുപേരെ നേടിയിട്ടുള്ളൂ എന്നുള്ളതല്ല, ഈ തന്നിരിക്കുന്ന ലിസ്റ്റിൽ ശരൺകുമാർ ലിംബാളെ, നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ, സ്കൂൾ ക്ലാസ്സിൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലെ പാഠം പഠിച്ചിട്ടുണ്ട്. അക്കർമാസി എന്നൊരു പാഠം, അല്ലേ? അദ്ദേഹത്തിൻ്റെ അർദ്ധമനുഷ്യർ, അർദ്ധജാതി, അക്കർമാസി എന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലെ ഒരു ഭാഗം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ശരൺകുമാർ ലിംബാളെ ഒരു എഴുത്തുകാരനും വിദ്യാഭ്യാസ വിചക്ഷണനൊക്കെയാണ്, ദളിത് സാഹിത്യകാരൻ കൂടിയായ ശരൺകുമാർ ലിംബാളെ. അതുപോലെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയും എഴുത്തുകാരനുമായ പ്രഭാവർമ്മ. ഇവർ രണ്ടുപേരാണ് ഈ തന്നിരിക്കുന്ന ലിസ്റ്റിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സാഹിത്യ സൃഷ്ടിക്ക് നൽകി വരുന്ന സരസ്വതി സമ്മാൻ പുരസ്കാരം നേടിയത്. അവർ രണ്ടുപേരാണ് ഈ തന്നിരിക്കുന്ന ലിസ്റ്റിൽ. ഓരോ വർഷവും ഇന്ത്യൻ ഭാഷകളിൽ നിന്നുള്ള മികച്ച സാഹിത്യ സൃഷ്ടിക്ക് നൽകി വരുന്നൊരു പുരസ്കാരമാണ്. നമ്മുടെ ഭരണഘടനയിലെ 8ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഷകളിലെ ഷെഡ്യൂൾഡ് ലാംഗ്വേജസിൽ വരുന്ന രചനകൾക്കാണ്, ഗദ്യ പദ്യ കൃതികൾക്കാണ് ഈ സമ്മാനം നൽകുന്നത്. ആദ്യകാലത്ത് നമ്മുടെ ജ്ഞാനപീഠവും അങ്ങനെയായിരുന്നു, പട്ടികപ്പെടുത്തിയ ഭാഷയിലെ കൃതികൾക്ക് മാത്രമായിരുന്നു. എന്നാൽ ഇന്നങ്ങനെയല്ല. ഇന്ന് ജ്ഞാനപീഠം ഇന്ത്യയിൽ മാതൃഭാഷയായി ഉപയോഗിക്കുന്ന ഏത് ഭാഷയിലെ രചനയ്ക്കും നൽകുന്നുണ്ട്. എന്നാൽ സരസ്വതി സമ്മാൻ അങ്ങനെയല്ല. ഈ 8ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഷെഡ്യൂൾഡ് ലാംഗ്വേജസിലെ ഗദ്യ പദ്യ കൃതികൾക്കാണ് സമ്മാനം നൽകി വരുന്നത്. 15 ലക്ഷം രൂപയും സമ്മാന ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് സരസ്വതി പുരസ്കാരം. ഇതിൽ സരസ്വതി സമ്മാനം നേടിയ മലയാളികളുടെ പട്ടിക എടുത്താൽ ആദ്യത്തെ മലയാളി, സരസ്വതി സമ്മാനം നേടിയ ആദ്യത്തെ മലയാളി 1995 ബാലാമണി അമ്മയാണ്. നിവേദ്യം എന്ന കവിതാ സമാഹാരത്തിനാണ്. പിന്നീട് 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 2005 കെ അയ്യപ്പ പണിക്കരുടെ സമാഹരിച്ച കൃതികൾ കവിതാ സമാഹാരത്തിന് 2005 ലഭിക്കുകയുണ്ടായി. തുടർന്ന് 2012 സുഗതകുമാരിയുടെ മണലെടുത്ത് എന്ന കവിതാ സമാഹാരത്തിനും സരസ്വതി സമ്മാൻ ലഭിക്കുകയുണ്ടായി. ഈ 2023 ആണ് നമ്മുടെ പ്രഭാവർമ്മ അദ്ദേഹത്തിൻ്റെ രൗദ്രസാത്വികം എന്ന കാവ്യ നോവലിന് സരസ്വതി സമ്മാൻ ലഭിക്കുന്നത്. 2023 രൗദ്രസാത്വികം എന്ന കൃതിക്കാണ്. ഇത് യഥാർത്ഥത്തിൽ നോവലാണ്, കാവ്യ നോവൽ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നുള്ളതേ ഉള്ളൂ. രൗദ്രസാത്വികം ഇത് യഥാർത്ഥത്തിലൊരു കവിതയാണ്, പിന്നെ നമ്മൾ കാവ്യ നോവൽ എന്ന് വിശേഷിപ്പിക്കുന്നുള്ളതേ ഉള്ളൂ. രൗദ്രസാത്വികം, പ്രഭാവർമ്മ. 2020 ശരൺകുമാർ ലിംബാളയുടെ സനാതൻ എന്ന നോവലിന് സരസ്വതി സമ്മാൻ ലഭിക്കുന്നത് 2020. 2024 അതായത് 34ാമത് സരസ്വതി സമ്മാനം ലഭിച്ചത് ഭദ്രേഷ് ദാസ് സ്വാമി എന്ന ആളിനാണ്. ഭദ്രേഷ് ദാസ് സ്വാമിക്കാണ്. അദ്ദേഹത്തിൻ്റെ സ്വാമി നാരായണ സിദ്ധാന്ത സുധ എന്ന കൃതിക്കാണ് 2024 സരസ്വതി സമ്മാൻ ലഭിക്കുന്നത്. 34ാമത്തെ സരസ്വതി സമ്മാനം. നോക്കാം അടുത്ത ചോദ്യം. കൂടിയാട്ടം ശാസ്ത്രീയമായി എഴുതിയ ആധികാരിക ഗ്രന്ഥം ഏത് എന്നാണ്. കൂടിയാട്ടം ശാസ്ത്രീയമായി എഴുതിയ ആധികാരിക ഗ്രന്ഥം. തന്നിരിക്കുന്ന ഓപ്ഷനുകൾ: ഹസ്തലക്ഷണ ദീപിക, നാട്യശാസ്ത്രം, നാട്യകൽപ്പദ്രുമം, തപതി സംവരണം എന്നിവയാണ്. ഇതിൻ്റെ ശരി ഉത്തരം ഓപ്ഷൻ സി, നാട്യകൽപ്പദ്രുമം എന്നതാണ്. കൂടിയാട്ടം നമുക്കറിയാം, യുനെസ്കോ വരെ അംഗീകരിച്ച നമ്മുടെ പരമ്പരാഗത കലയാണ് കൂടിയാട്ടം. അത് ശാസ്ത്രീയമായി വിവരിച്ചിരിക്കുന്ന ആധികാരിക ഗ്രന്ഥം നാട്യകൽപ്പദ്രുമം എന്നതാണ്. നാട്യകൽപ്പദ്രുമം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ കലാരൂപമാണ് കൂടിയാട്ടം. ഈ കൂടിയാട്ടത്തെ കൂടാതെ മറ്റൊരു കേരളീയ കലാരൂപം കൂടി, മുടിയേറ്റ് എന്നൊരു കലാരൂപം കൂടി യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. 2001 കൂടിയാട്ടത്തെ യുനെസ്കോ അതിൻ്റെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത്. മനുഷ്യരാശിയുടെ അനശ്വര കലാരൂപമാണ് കൂടിയാട്ടം എന്നാണ് ഈ പദവി നൽകിക്കൊണ്ട് യുനെസ്കോ അഭിപ്രായപ്പെട്ടത്. കൂടിയാട്ടത്തെക്കുറിച്ച് യുനെസ്കോയുടെ സമിതി അഭിപ്രായപ്പെട്ടത് അങ്ങനെയാണ്: മനുഷ്യരാശിയുടെ അനശ്വര കലാരൂപം എന്നാണ്. അതുപോലെ കൂടിയാട്ടത്തിൽ നൃത്തത്തിനേക്കാൾ പ്രാധാന്യം നൽകിയിരിക്കുന്ന അഭിനയത്തിനാണ്. അതുകൊണ്ട് ഈ സമ്പ്രദായത്തെ അഭിനയത്തിൻ്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കുന്നു. അതാണ് ഈ
ചില കലാരൂപങ്ങളിൽ പലപ്പോഴും നമ്മുടെ ക്ലാസിക്കൽ കലാരൂപങ്ങളിൽ നൃത്തത്തിനാണ് പ്രാധാന്യം, ഇല്ലേ? അഭിനയത്തിന് പ്രാധാന്യം വരുന്ന കഥകളി പോലുള്ളതുണ്ട്. അതേസമയം മോഹിനിയാട്ടം, ഭരതനാട്യം തുടങ്ങിയവയിൽ അഭിനയത്തെക്കാളേറെ നൃത്തത്തിനാണ് പ്രാധാന്യം. എന്നാൽ കൂടിയാട്ടത്തിൽ നൃത്തത്തെക്കാൾ പ്രാധാന്യം അഭിനയത്തിനായതിനാൽ അഭിനയത്തിൻ്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഇതാണ്. കൂടിയാട്ടത്തിന് വേറെയും വിശേഷണങ്ങളുണ്ട്. കലകളുടെ മുത്തശ്ശി, കലകളുടെ രാജാവ് കഥകളിയാണ്. കലകളുടെ മുത്തശ്ശി എന്നറിയപ്പെടുന്നത് കൂടിയാട്ടമാണ്. അഭിനയത്തിൻ്റെ അമ്മ എന്നറിയപ്പെടുന്നു. പൂർണ്ണ രൂപത്തിൽ കൂടിയാട്ടം അവതരിപ്പിക്കാൻ 41 ദിവസം ആവശ്യമാണ്. 41 ദിവസം കൊണ്ട് മാത്രമേ പൂർണ്ണ രൂപത്തിൽ കൂടിയാട്ടം അവതരിപ്പിച്ച് കഴിയുകയുള്ളൂ. അതിനെ ഉപയോഗിക്കുന്ന പ്രധാന ഉപകരണം മിഴാവാണ്. ചാക്യാർ കൂത്തിനുമൊക്കെ ഉപയോഗിക്കുന്ന മിഴാവ്, പണ്ട് നമ്പ്യാരുടെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണവും മിഴാവാണ്. കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന മറ്റ് വാദ്യോപകരണങ്ങൾ ഇടയ്ക്ക, ശംഖ്, കുറുങ്കുഴൽ, കുഴിത്താളം എന്നിവയാണ്. ഒരുപക്ഷെ ഈ പിറകിൽ കാണുന്ന ചിത്രത്തിൽ നിങ്ങൾക്ക് കൂടിയാട്ടത്തിൻ്റെ വേഷം കാണുമ്പോൾ കഥകളിയുമായി ഒരു സാദൃശ്യം തോന്നിയേക്കാം അതിൻ്റെ കിരീടത്തിന്. എന്നാൽ ആ ഉടുത്തുകെട്ട് ശ്രദ്ധിക്കുമ്പോൾ അറിയാം. മാത്രമല്ല പശ്ചാത്തലത്തിലിരിക്കുന്ന കൊട്ടുകാരെ മിഴാവ്, മറ്റേ വലിയൊരു കുടം പോലത്തെ സാധനം മിഴാവ് കൊട്ടുന്നത് നിങ്ങൾക്ക് കാണാം. ഒരിക്കലും കഥകളിയിൽ പിറകിൽ വാദ്യക്കാർ ഇരുന്ന് കൊട്ടില്ല. അവർക്ക് ചെണ്ട, ചേങ്ങില തുടങ്ങി നിന്ന് കൊട്ടുന്നതാണ്. പാട്ടുകാരാണ് പ്രധാനമായും പിറകിൽ വരുന്നത്. മാത്രമല്ല കഥകളിയുടെ ഉടുത്തുകെട്ടിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഈ കൂടിയാട്ടത്തിൻ്റെ മുഖത്തെഴുത്തും ചുട്ടികുത്തും കിരീടവും തമ്മിൽ നേരിയ സാദൃശ്യം ഉണ്ട് എന്നുള്ളത്, കഥകളിയുമായി ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന മറ്റ് പ്രധാന വാദ്യങ്ങൾ ഇടയ്ക്ക, ശംഖ്, കുറുങ്കുഴൽ, കുഴിത്താളം എന്നിവയാണ്. പ്രശസ്ത കൂടിയാട്ടം കലാകാരൻ മാണി മാധവ ചാക്യാർ, അദ്ദേഹം വളരെ പ്രസിദ്ധനാണ്. ഒരുപക്ഷെ കൂടിയാട്ടത്തെ ഏറ്റവും കൂടുതൽ ജനസമ്മതി നേടിയെ കൊടുത്ത കലാകാരനും അദ്ദേഹമാണ് മാണി മാധവ ചാക്യാർ. അദ്ദേഹം കൂടിയാട്ടത്തിൻ്റെ സമസ്ത വശങ്ങളെയും കുറിച്ച് ശാസ്ത്രീയമായി പ്രതിപാദിക്കുന്നൊരു കൃതി എഴുതിയിട്ടുണ്ട്. മാണി മാധവ ചാക്യാർ എഴുതിയ ആ കൃതിയുടെ പേരാണ് നാട്യകൽപ്പദ്രുമം. നാട്യകൽപ്പദ്രുമം 975 കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം നേടിയ കൃതി കൂടിയാണ്. മാണി മാധവ ചാക്യാർ ഈ കൂടിയാട്ടത്തിൻ്റെ എല്ലാ വശങ്ങളെയും വളരെ സയൻറ്റിഫിക്കായി അവതരിപ്പിക്കുന്ന ഒരു കൃതി എഴുതിയത് നാട്യകൽപ്പദ്രുമം എന്നാണ് അതിൻ്റെ പേര്. അതുപോലെ പ്രധാനപ്പെട്ട കൂടിയാട്ടം കലാകാരന്മാർ, കേരളത്തിലെ പ്രധാനപ്പെട്ട കൂടിയാട്ടം കലാകാരന്മാർ, ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പത്മശ്രീ മാണി മാധവ ചാക്യാർ, അതുപോലെ പത്മശ്രീ അമ്മന്നൂർ മാധവ ചാക്യാർ, മൂഴിക്കുളം കൊച്ചുകുട്ടൻ ചാക്യാർ, മാർഗി സതി, മാർഗി മധു തുടങ്ങിയവരൊക്കെ പ്രധാനപ്പെട്ട കൂടിയാട്ടം കലാകാരന്മാരാണ്. അതുപോലെ സ്ത്രീകളും ആ രംഗത്തെത്തിയിട്ടുണ്ട്. മാർഗി സതിയെ കൂടാതെ ഉഷാ നങ്ങിയാരും ഒക്കെ വളരെ പ്രശസ്തരായ കേരളത്തിലെ കൂടിയാട്ടം കലാകാരന്മാരാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 2 കേരളീയ ദൃശ്യകലകൾ ഏവയാണ്? കുറച്ച് നേരത്തെ നമ്മളത് സൂചിപ്പിക്കുകയും ചെയ്തു. ഒന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ, കൂടിയാട്ടം. ഇനി തന്നിരിക്കുന്ന ഓപ്ഷനുകളൊന്ന് നോക്കാം. കഥകളിയും ഓട്ടംതുള്ളലും, തെയ്യവും കൂടിയാട്ടവും, കൂടിയാട്ടവും പടയണിയും, കൂടിയാട്ടവും മുടിയേറ്റും. നമ്മൾ സൂചിപ്പിച്ചു കൂടിയാട്ടം മുടിയേറ്റ്, അതായത് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. യുനെസ്കോ അതിൻ്റെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കേരളത്തിലെ ദൃശ്യകലകൾ 2 ദൃശ്യകലകളാണ് കൂടിയാട്ടവും മുടിയേറ്റും. അതിൽ കൂടിയാട്ടത്തെക്കുറിച്ച് നമ്മളിപ്പോൾ ഏറെ ചർച്ച ചെയ്തതാണ്. മുടിയേറ്റ് കേരളത്തിൽ, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ വളരെ വ്യാപകമായി കാണുന്നൊരു കലാരൂപമാണ് മുടിയേറ്റ്. ഈ ഭദ്രകാളി ദേവിയുടെ ആരാധനയുടെ ഭാഗമായി നടത്തുന്ന അനുഷ്ഠാനമാണ് മുടിയേറ്റ്. ഇത് പലപ്പോഴും കാളിയൂട്ട് എന്ന പേരിലും ഈ സാധനം നമ്മൾ അറിയാറുണ്ട്. കാളിയൂട്ട്, മുടിയേറ്റ്, ഇതെല്ലാം ഒരേ ഇതിൻ്റെ വകഭേദങ്ങളാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് ദാരിക വധമുണ്ടല്ലോ, അതും പലപ്പോഴും ഈ തോറ്റംപാട്ടിന് പ്രമേയമായി വരുന്ന സാധനമാണ്. ദാരികനെന്ന അസുരനെ നിഗ്രഹിക്കാൻ ശിവൻ അദ്ദേഹത്തിൻ്റെ ജടയിൽ നിന്നൊരു മുടി പറിച്ച് തറയിൽ അടിച്ചു എന്നും അതിൽ നിന്ന് ജനിച്ചവളാണ് ഭദ്രകാളി എന്നും അങ്ങനെ ദാരിക നിഗ്രഹം നടത്തിയെന്നും എന്നിട്ടും അരിശം തീരാഞ്ഞ് ശിവനെ തന്നെ കഴുത്തറുത്തു എന്നൊക്കെയാണ് കഥകൾ, ഐതിഹ്യം അങ്ങനെയാണ്. അപ്പോൾ ഈ ഭദ്രകാളിയും ദാരികനും തമ്മിലുള്ള യുദ്ധമാണ് മുടിയേറ്റിൻ്റെ പ്രമേയമായി വരുന്നത്. ഇതും യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന ഒരു കലാരൂപമാണ്. ഈ മുടിയേറ്റ് എന്ന് പറയുന്ന, മുടി എന്ന് പറയുന്ന ആ വയ്ക്കുന്ന കിരീടമാണ്. ഈ പിറകിലത്തെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ വച്ചിരിക്കുന്ന ആ ശിരോ അലങ്കാരമാണ് മുടി എന്ന് പറയുന്നത്. ഇതങ്ങോട്ട് വയ്ക്കുന്നതോടുകൂടി വയ്ക്കുന്ന ആൾ ഭഗവതിയായി മാറും, ഭദ്രകാളിയായി മാറും. പിന്നീട് അയാളിലൂടെ പ്രവർത്തിക്കുന്നതും പറയുന്നതും ഒക്കെ ഭദ്രകാളിയാണ് എന്നാണ് വിശ്വാസം. അപ്പോൾ ആ മുടി ഏറ്റുന്നത് കൊണ്ട് ആണ് മുടിയേറ്റ് എന്ന പേര് വരുന്നത്. മാത്രമല്ല പിന്നീട് ഈ വേഷം കെട്ടി നിൽക്കുന്ന ആളെ ദൈവമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്.
ഇത് ഈ വേഷം കെട്ടാൻ ഓരോ സ്ഥലത്തും ചില പ്രത്യേക കുടുംബത്തിലെയോ ചില പ്രത്യേക സമുദായത്തിലെയോ ആൾക്കാർക്ക് മാത്രമാണ് അവകാശമുള്ളത്. പിന്നീട് ആ വേഷത്തിൽ നിന്ന് വരുന്ന വാക്കുകളൊക്കെ ഭഗവതിയുടെ വാക്കുകളാണെന്നും അത് നമ്മളൊക്കെ അനുസരിച്ച് കൊള്ളണമെന്നൊക്കെയാണ് വിശ്വാസം. അപ്പോൾ അതാണ് മുടിയേറ്റ് എന്ന് പറയുന്നത്. മുടിയേറ്റിനെ യുനെസ്കോ അതിൻ്റെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്നത് 2010 അത് ഉൾപ്പെടുത്തുന്നത്. വൈവിധ്യമാർന്ന ചടങ്ങുകളുള്ളൊരു അനുഷ്ഠാനമാണ് മുടിയേറ്റ്. അതിൽ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് കളമെഴുത്താണ്. പല ദിവസങ്ങളോളം 7 ദിവസം 8 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്നതാണ് ഓരോ ചടങ്ങുകൾ അല്ലേ. കളമെഴുത്ത് കഴിഞ്ഞാൽ പിന്നെ പടയ്ക്ക് പുറപ്പാട്, കുറുപ്പിൻ്റെ വീട്ടിൽ പോക്ക്, ഇങ്ങനെ എന്തൊക്കെയോ കുറേ ചടങ്ങുകളൊക്കെ ഉള്ള സാധനമാണ്. വളരെ രസകരമായ ചടങ്ങുകളുള്ള ഒരു കലാരൂപമാണ് മുടിയേറ്റ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: നന്ദനാർ ആരുടെ തൂലികാനാമമാണ്? നന്ദനാർ. തന്നിരിക്കുന്ന ഓപ്ഷനുകൾ: PC കുട്ടിക്കൃഷ്ണൻ, C ഗോവിന്ദ പിഷാരടി, PC ഗോപാലൻ, R രാമചന്ദ്രൻ നായർ. നമുക്കറിയാം നന്ദനാർ എന്ന തൂലികാനാമം സ്വീകരിക്കുന്നത് PC ഗോപാലൻ. അദ്ദേഹം ബാരക്കുകളുടെ കഥാകാരൻ, പട്ടാള കഥാകാരൻ എന്നുകൂടിയൊക്കെ അറിയപ്പെടുന്ന PC ഗോപാലനാണ് നന്ദനാർ എന്ന തൂലികാനാമം സ്വീകരിച്ചത്. PC കുട്ടിക്കൃഷ്ണൻ്റെ തൂലികാനാമം നമുക്കറിയാം ഉറൂബ് എന്നാണ്. PC കുട്ടിക്കൃഷ്ണൻ ഉറൂബാണ് അല്ലേ. ഈ പരുത്തുള്ളിയിൽ ചാലപ്പറമ്പിൽ കുട്ടിക്കൃഷ്ണൻ അദ്ദേഹം ഉറൂബാണ്. C ഗോവിന്ദ പിഷാരടി സ്വീകരിച്ചത് ചെറുകാട് എന്ന തൂലികാനാമമാണ്. പഴയ ചീഫ് സെക്രട്ടറി കൂടിയായിരുന്ന IAS കൂടിയായിരുന്ന R രാമചന്ദ്രൻ നായർ സ്വീകരിച്ച പേര് തുളസീവനം എന്നാണ്. തുളസീവനം. നമുക്ക് ഏതാനും ചില തൂലികാനാമങ്ങളുടെ പട്ടിക കൂടിയൊന്ന് നോക്കാം. R രാമചന്ദ്രൻ നായർ സ്വീകരിച്ചത് തുളസീവനം എന്ന പേരാണ്. PC കുട്ടിക്കൃഷ്ണൻ ഉറൂബ്, C ഗോവിന്ദ പിഷാരടി ചെറുകാട് എന്ന പേര് സ്വീകരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ ഏത് എന്നാണ് ചോദ്യം. തന്നിരിക്കുന്ന ഓപ്ഷനുകൾ: ചെമ്മീൻ, കണ്ടം വെച്ച കോട്ട്, ബാലൻ, നീലക്കുയിൽ എന്നിവയാണ്. ഇതിൽ മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ ഓപ്ഷൻ B കണ്ടം വെച്ച കോട്ട് എന്നതാണ്. ആദ്യത്തെ കളർ സിനിമ കണ്ടം വെച്ച കോട്ട് എന്നതാണ് മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ. നമുക്കറിയാം മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാള ചിത്രം ചെമ്മീനാണ്. ചെമ്മീൻ തകഴിയുടെ കഥയ്ക്ക് രാമു കാര്യാട്ട് ചലച്ചിത്ര ഭാഷ്യമൊരുക്കിയ ചെമ്മീനാണ് മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാള സിനിമ. മികച്ച ചലച്ചിത്രത്തിനുള്ള വെള്ളി മെഡൽ നേടിയ ആദ്യത്തെ ചിത്രം നീലക്കുയിലാണ്. സ്വർണ്ണ മെഡലാണ് ചെമ്മീൻ, വെള്ളി മെഡൽ നേടുന്നതാണ് നീലക്കുയിൽ. എന്നാൽ മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ സിനിമ ബാലനാണ്. ആദ്യത്തെ ശബ്ദ സിനിമയാണ് ബാലൻ. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട എഴുത്തുകാരൻ? EV കൃഷ്ണപിള്ള, കുമാരനാശാൻ, ബോധേശ്വരൻ, CV രാമപിള്ള എന്നിവയാണ് ഓപ്ഷനുകൾ. ഇതിൽ മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട എഴുത്തുകാരൻ CV രാമൻപിള്ളയാണ്. കേരള സ്കോട്ട് എന്നറിയപ്പെടുന്ന മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹാദൂർ എന്നീ ചരിത്ര നോവലുകൾ എഴുതിയ കേരള സ്കോട്ട് എന്നറിയപ്പെടുന്ന വാഗ്ദേവതയുടെ വീരഭടൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട CV രാമൻപിള്ളയാണ് മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട ഈ തന്നിരിക്കുന്ന പട്ടികയിലുള്ള എഴുത്തുകാരൻ. അദ്ദേഹമാണ്. അടുത്ത ചോദ്യം: ഭൈരവിക്കോലം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭൈരവിക്കോലം. തന്നിരിക്കുന്നത് മുടിയേറ്റ്, തെയ്യം, തിറയാട്ടം, പടയണി എന്നിവയാണ്. നമുക്കറിയാം ഭൈരവിക്കോലം പടയണിയുമായി ബന്ധപ്പെട്ടതാണ്. തെക്കൻ കേരളത്തിൻ്റെ തനത് കലയാണ് പടയണി. പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല, കടമനിട്ട തുടങ്ങിയവയൊക്കെയാണ് പടയണിയുടെ ഈറ്റില്ലം. ആ പടയണിയുമായി പടയണിക്കോലം, നമുക്ക് തെയ്യക്കോലം ഉണ്ടാകും. അപ്പോൾ തെയ്യത്തിന് പലതരത്തിലുള്ള കോലമുണ്ട്. ചാമുണ്ടി തെയ്യം, ഗുളികൻ തെയ്യം, വയനാട്ട് കുലവൻ, കതിവനൂർ വീരൻ, ഇങ്ങനെ ഓരോ തെയ്യത്തിനും ഓരോ കോലമാണ്. തെയ്യക്കോലങ്ങൾ ഓരോന്നാണ്. ചിലത് വളരെ ഉയരമുള്ളതാണ്, ചിലത് വട്ടത്തിനുള്ളതാണ്, റാ പോലെയുള്ളതാണ്, ചിലത് ഒരുപാട് അലങ്കാരങ്ങൾ, തോരണങ്ങളൊക്കെ ഉള്ളതാണ്. അതുപോലെ പടയണിക്കും കോലങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രസിദ്ധമായ കോലമാണ് ഭൈരവിക്കോലം. നെഞ്ചിൽ 2 പന്തമൊക്കെ കുത്തി നിൽക്കുന്ന ഭൈരവിക്കോലം. അതുകൊണ്ടാണ് കടമനിട്ടയുടെ സ്വന്തം കവി, കടമനിട്ട ഇതിൻ്റെ ഈറ്റില്ലമാണല്ലോ പടയണിയുടെ, കടമനിട്ടയുടെ സ്വന്തം കവിയായ കടമനിട്ട രാമകൃഷ്ണൻ്റെ കവിതകളിലൊക്കെ പടയണി താളം, ദ്രാവിഡ പെരുമ, ദ്രാവിഡ ഗരിമ, ദ്രാവിഡ മഹിമ കടമനിട്ടയുടെ കവിതകളിൽ കടന്നു വരുന്നതും നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കിരാതവൃത്തം എന്ന കവിത പഠിച്ചപ്പോൾ ഈ ഭൈരവിക്കോലത്തെക്കുറിച്ചുള്ള സൂചനയും കണ്ടിട്ടുണ്ടാകും. ഇറ്റപ്പുലി നോറ്റു കിടക്കും ഈറൻ കണ്ണു തുറിച്ചും കരിമൂർഖൻ വാലിൽ കിളരും പുരികം പാതി വളച്ചും നീറായ വനത്തിൻ നടുവിൽ നിൽപ്പൂ കാട്ടാളൻ നെഞ്ചത്തൊരു പന്തം കുത്തിയിരിപ്പൂ കാട്ടാളൻ എന്നെഴുതുമ്പോൾ കടമനിട്ട് അവിടെ അവതരിപ്പിക്കുന്നത് ഈ ഭൈരവിക്കോലത്തെയാണ്. വളരെ രൗദ്രഭാവമുള്ളൊരു കോലമാണ് ഈ ഭൈരവിക്കോലം. മേടമാസത്തിലെ വിഷു മുതൽ
10-ാം ഉദയം വരെയാണ് ഈ കടമ്മനിട്ടയിലെ പടയണിക്കാലം. 10-ാം ഉദയത്തിലെ പടയണി വളരെ പ്രസിദ്ധവുമാണ്. പടയണിയിലെ മധ്യ തിരുവിതാംകൂറിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പ്രചാരത്തിലുള്ള പുരാതന അനുഷ്ഠാന കലാരൂപമാണ് പടയണി. പത്തനംതിട്ട, കോട്ടയം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ ക്ഷേത്രങ്ങളിൽ പ്രധാനമായി നടക്കുന്നു. അതിൻ്റെ ഈറ്റില്ലം, തിരുവല്ല, കടമ്മനിട്ട തുടങ്ങിയവയാണ്. പ്രധാനപ്പെട്ട കോലങ്ങളാണ് ഭൈരവി, കാലൻ, മാടൻ, മറുത, പക്ഷി തുടങ്ങിയ വിവിധ തരം കോലങ്ങൾ. പാളകളിൽ ചിത്രീകരിച്ച് കോലം എടുത്ത് കെട്ടിയാടുന്നത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഈ പിറകിലത്തെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് കുരുത്തോലയും പാളയും. ആ കണ്ണുപോലെ കാണുന്നതൊക്കെ കമുകിൻ പാളയാണ്, മറ്റതൊക്കെ കുരുത്തോലയൊക്കെയാണ്. ഈ ഭൈരവി കോലത്തിൻ്റെ ഒരു ചിത്രം തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി ഇത് അവതരിപ്പിക്കുന്ന കടമ്മനിട്ട കൂടാതെ ഓതറ, കോട്ടാങ്ങൽ, നീലംപേരൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെ പടയണി വളരെ പ്രസിദ്ധമാണ്. ഇതിൽ നല്ലൊരു പങ്ക് സ്ഥലങ്ങളും പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ്. പടയണിക്ക് ഉപയോഗിക്കുന്ന പ്രധാന താളം തപ്പാണ്, പ്രധാന വാദ്യം തപ്പാണ്. അതാണ് തപ്പ് താളം എന്ന് നമ്മൾ പറയുന്നത്. വളരെ രസകരമായ കണ്ടിരിക്കേണ്ട ഒരു സാധനം തന്നെയാണ് പടയണി. പ്രത്യേകിച്ച് തെക്കൻ കേരളീയർ, മധ്യ തിരുവിതാംകൂറുകാർ പ്രധാനമായും കണ്ടിരിക്കേണ്ട ഒരു സാധനമാണ് നമ്മുടെ പടയണി, തെയ്യം പോലെ തന്നെ. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: താഴെ പറയുന്നവയിൽ മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതിയിൽ ഉൾപ്പെടാത്തതേത് എന്നാണ്. ഉൾപ്പെടുന്നത് ഏതെന്നല്ല, ഉൾപ്പെടാത്തത്. തന്നിരിക്കുന്നത് ബധിരവിലാപം, രാത്രിമഴ, ഋതുവിലാസം, കൊച്ചുസീത എന്നിവയാണ്. ഇതിൽ വള്ളത്തോളിൻ്റെ കൃതികളിൽ ഉൾപ്പെടാത്തത് രാത്രിമഴ എന്നതാണ്. രാത്രിമഴ നമുക്കറിയാം, അത് സുഗതകുമാരിയുടെ കവിതയാണ് രാത്രിമഴ. എന്നാൽ മറ്റെല്ലാം തന്നെ വള്ളത്തോളിൻ്റെ കൃതികളാണ്. ബധിരവിലാപം വള്ളത്തോളിൻ്റെ വിലാപകാവ്യമാണ്. ചെറിയ പ്രായത്തിൽ 30-35 വയസ്സുള്ളപ്പോൾ വള്ളത്തോളിന് എന്തോ അസുഖം ബാധിച്ചു. ഇന്നത്തെ പോലെ ചികിത്സാ സമ്പ്രദായങ്ങളൊന്നും ഇല്ലാത്തതിനാൽ അസുഖം മൂർച്ഛിച്ചിട്ട് കേൾവിക്കുറവ് ബാധിച്ചു. ഉറക്കെ പറഞ്ഞാലേ കേൾക്കൂ. അപ്പോൾ നാട്ടുകാർ പൊട്ടൻ എന്ന് വിളിച്ച് ആക്ഷേപിക്കും. പക്ഷേ അന്ന് ബോഡി ഷെയ്മിങ് എന്നൊരു സംജ്ഞ തന്നെ ഇല്ല. മാത്രമല്ല അതൊന്നും അങ്ങനെ എന്നുള്ളൊരു കാലമല്ല. അപ്പോൾ അദ്ദേഹം ഈ തൻ്റെ മാധുര്യത്തെ മറ്റുള്ളവർ പരിഹസിക്കുന്ന ആത്മനൊമ്പരം, ഇന്നത്തെ പോലെ ആത്മഹത്യ ചെയ്തും കഞ്ചാവ് വലിച്ചും അല്ല അദ്ദേഹം മാറ്റിയത്. അത് അദ്ദേഹം പ്രസിദ്ധമായ ഒരു കവിതയാക്കി. തൻ്റെ മാധുര്യത്തെ മറ്റുള്ളവർ ആക്ഷേപിക്കുന്നത് അദ്ദേഹം വളരെ ഗംഭീരമായൊരു വിലാപകാവ്യമാക്കി മാറ്റി. അതാണ് ബധിരവിലാപം. ബധിരവിലാപം അന്നത്തെ പ്രതികരണങ്ങൾക്ക് പോലും ആ നിലവാരം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ബധിരവിലാപം. അതുപോലെ ഋതുവിലാസം, കൊച്ചുസീതയൊക്കെ അദ്ദേഹത്തിൻ്റെ സാഹിത്യമഞ്ജരിയിൽ ഉൾപ്പെടുന്ന കൃതികളാണ്. കൊച്ചുസീതയിലാണ് അദ്ദേഹം പറഞ്ഞത് ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ എന്ന വരികൾ വരുന്നതുമൊക്കെ അതിനകത്താണ്. എന്നാൽ രാത്രിമഴ എന്ന കവിത സുഗതകുമാരിയുടേതാണ്. രാത്രിമഴ ചുമ്മാതെ കേണും ചിരിച്ചും നീണ്ട മുടിയിട്ടുലച്ചും എന്നൊക്കെയുള്ള കവിത നിങ്ങൾ പഠിച്ചു കാണും. വള്ളത്തോളിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട കൃതികൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന് 11 ഭാഗങ്ങളായി പ്രസിദ്ധീകരിച്ച സാഹിത്യമഞ്ജരി. 100-ലേറെ ലഘു കവിതകളാണ് ഈ 11 ഭാഗങ്ങളിലായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാഹിത്യമഞ്ജരി അതിലാണ് ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്നൊക്കെ എഴുതിയതും. അതിലാണ് ഗാന്ധിജിയെ കുറിച്ച് എൻ്റെ ഗുരുനാഥൻ, യേശുദേവൻ്റെ പരിത്യാഗശീലവും രന്തിദേവൻ്റെ ദയാവായ്പും ബുദ്ധൻ്റെ അഹിംസയും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും മുഹമ്മദിൻ സ്ഥൈര്യവും ഒത്തുചേർന്ന് ഒരിടത്ത് കാണണമെങ്കിൽ ചെല്ലുവിൻ, ഭവാന്മാരവിടത്തെ നികടത്തിലല്ലായെങ്കിൽ അവിടത്തെ ചരിതം വായിക്കുവിൻ എന്ന് ഗാന്ധിജിയെക്കുറിച്ച് പാടിപ്പുകഴ്ത്തിയ എൻ്റെ ഗുരുനാഥൻ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന് പെറ്റമ്മ തൻ ഭാഷ താനെന്ന് മാതൃഭാഷാ സ്നേഹം തുടിക്കുന്ന വരികൾ ഉൾപ്പെടുന്ന എൻ്റെ ഭാഷ ഒക്കെ വരുന്നത് സാഹിത്യമഞ്ജരിയിലാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഖണ്ഡകാവ്യമാണ് മഗ്ദലന മറിയം, പശ്ചാത്താപമേ പ്രായശ്ചിത്തം എന്ന് അറിയപ്പെടുന്ന മഗ്ദലന മറിയം. അച്ഛനും മകളും ശിഷ്യനും മകനും ഒക്കെ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ കൃതികളാണ്. അച്ഛനും മകളും എന്ന കൃതിയിലെ ഇതെല്ലാം ഖണ്ഡകാവ്യങ്ങളാണ്. അച്ഛനും മകളും എന്ന ഖണ്ഡകാവ്യത്തിലെ അച്ഛൻ വിശ്വാമിത്രനും മകൾ ശകുന്തളയുമാണ്. അതുപോലെ ശിഷ്യനും മകനും എന്നതിലെ ശിഷ്യൻ പരശുരാമനും മകൻ ഗണപതിയുമാണ്. വള്ളത്തോളിൻ്റെ മഹാകാവ്യമാണ് ചിത്രയോഗം. വള്ളത്തോൾ എഴുതിയ മഹാകാവ്യമാണ് ചിത്രയോഗം. അതുകൂടാതെ ബധിരവിലാപം എന്ന വിലാപകാവ്യം, ഒരു കത്ത്, ബന്ധനസന അനിരുദ്ധൻ എന്ന ഖണ്ഡകാവ്യം, പിന്നെ ഗണപതി, കൊച്ചുസീത തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ഉൾപ്പെടുന്നവയാണ്. വള്ളത്തോൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ പ്രധാന കൃതികളാണ് വാൽമീകി രാമായണം, ഋഗ്വേദം, ശാകുന്തളം തുടങ്ങിയവയൊക്കെ അദ്ദേഹം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു. വാൽമീകി രാമായണത്തിന് മലയാളത്തിൽ ആദ്യമായി പദാനുപദ തർജ്ജമ നിർവഹിച്ചത്, വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ നിർവഹിച്ചത്, അഥവാ സമ്പൂർണ്ണ രാമായണം തർജ്ജമ നിർവഹിച്ച വള്ളത്തോളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കേരള വാൽമീകി എന്നറിയപ്പെടുന്നത്. വാൽമീകി രാമായണം സമ്പൂർണ്ണ രാമായണം തർജ്ജമ നിർവഹിച്ചതുകൊണ്ടാണ് വള്ളത്തോളിനെ കേരള വാൽമീകി എന്നറിയപ്പെടുന്നത്. നോക്കൂ, അടുത്ത ചോദ്യം:
ചോദ്യം ഇങ്ങനെയാണ്: കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യമേത്? തന്നിരിക്കുന്ന ഓപ്ഷനുകൾ മൃദംഗം, തബല, വീണ, മിഴാവ് എന്നിവയാണ്. ഇതിൻ്റെ ശരിയുത്തരം മിഴാവ് എന്നാണെന്ന് കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. കാരണം കുഞ്ചൻ നമ്പ്യാരെക്കുറിച്ചുള്ളൊരു ഐതിഹ്യം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. പണ്ട് അദ്ദേഹം ചാക്യാർ കൂത്തിന് മിഴാവ് കൊട്ടുന്ന കലാകാരനായിരുന്നു. അങ്ങനെ കൊട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഉറങ്ങിപ്പോയി എന്നും ചാക്യാർ കളിയാക്കിയെന്നും അതിൻ്റെ ഒരു മറുപടി എന്ന നിലയിലാണ് അദ്ദേഹം തുള്ളൽ നടപ്പിലാക്കുന്നത് എന്നൊക്കെയാണ് ഐതിഹ്യങ്ങൾ. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായതിനാൽ ഈ ചോദ്യത്തിൽ വലിയ സംശയം ഉണ്ടാവില്ല. കൂത്തിന് ഉപയോഗിക്കുന്ന വാദ്യം ഈ തന്നിരിക്കുന്നതിൽ മിഴാവ് എന്നതാണ്. കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഈ കൂടിയാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് കൂത്ത് പണ്ട് അവതരിപ്പിച്ചിരുന്നത്. പിന്നീട് സെപ്പറേറ്റ് ആയിട്ടും അത് അവതരിപ്പിക്കാറുണ്ട്. കൂത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം കലാരൂപം അല്ലെങ്കിൽ നൃത്തരൂപം എന്ന് മാത്രമാണ് കൂത്ത്. ആ അത്തരം നൃത്തരൂപങ്ങൾ, കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്ന ഇടത്തെയാണ് കൂത്തമ്പലങ്ങൾ എന്ന് പറഞ്ഞിരുന്നത്. കൂത്തിന് കലാരൂപം എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മളിത് എന്ത് കൂത്താണ്, ഇത് പേക്കൂത്താണ് എന്നൊക്കെ പറയുന്നത്. അത് കൂടിയാട്ടത്തിൻ്റെ ഭാഗമായി അവതരിപ്പിച്ചിരുന്നു. പിന്നീട് ഇത് ചാക്യാർമാർ പ്രത്യേകം അവതരിപ്പിക്കുമ്പോഴാണ് അതെന്തായി മാറിയത്? ചാക്യാർ കൂത്തായി മാറുന്നത്. എന്നാൽ ഈ കൂടിയാട്ടത്തിൽ ചിലപ്പോൾ സ്ത്രീകൾ വേഷങ്ങൾ കെട്ടാറുണ്ട്. ചാക്യാർ എന്ന പുല്ലിംഗത്തിൻ്റെ സ്ത്രീലിംഗം ഇല്ലൊടമ്മ എന്നാണ്. നമ്പ്യാർ എന്ന പുല്ലിംഗത്തിൻ്റെ സ്ത്രീലിംഗമാണ് നങ്ങ്യാർ. അപ്പോൾ ഇവിടെ ഈ കൂടിയാട്ടം അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായ കൂത്ത് സ്ത്രീകൾ അവതരിപ്പിക്കുമ്പോൾ അതിനെ നങ്ങ്യാർ കൂത്ത് എന്നാണ് പറഞ്ഞിരുന്നത്. ചാക്യാരുടെ ശ്രീലിംഗമല്ല നങ്ങ്യാർ, നമ്പ്യാരുടേതാണ്. ചാക്യാരുടേത് ഇല്ലൊടമ്മ എന്നാണ്. പക്ഷേ ഈ സ്ത്രീകൾ അവതരിപ്പിക്കുന്ന കൂത്തിനെ നങ്ങ്യാർ കൂത്ത് എന്നാണ് അറിയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 1923 രചിക്കപ്പെട്ട ഭൂതരായർ എന്ന നോവലിൻ്റെ കർത്താവ് ആര്? സി വി രാമൻപിള്ള, രാമവർമ്മ അപ്പൻ തമ്പുരാൻ, അപ്പു നെടുങ്ങാടി, കെ സരസ്വതി അമ്മ. ഇതിൻ്റെ ശരിയുത്തരം ഭൂതരായർ എന്ന നോവൽ രചിച്ചത് ഓപ്ഷൻ ബി രാമവർമ്മ അപ്പൻ തമ്പുരാനാണ്. രാമവർമ്മ അപ്പൻ തമ്പുരാനാണ് ഈ ഭൂതരായർ. മലയാളത്തിലെ ആദ്യത്തെ ഡിറ്റക്റ്റീവ് നോവൽ, ആദ്യത്തെ കുറ്റാന്വേഷണ നോവൽ, ആദ്യത്തെ അപസർപ്പക നോവലായ ഭാസ്കരമേനോൻ എഴുതിയതും ഈ രാമവർമ്മ അപ്പൻ തമ്പുരാനാണ്. മാത്രമല്ല 1929 കേരളത്തിലെ ആദ്യത്തെ ചലച്ചിത്ര നിർമ്മാണ സ്ഥാപനമായ കേരള സിനിടോൺ എന്ന സ്ഥാപനം സ്ഥാപിച്ചതും ഈ രാമവർമ്മ അപ്പൻ തമ്പുരാനാണ്. അദ്ദേഹമാണ് ഭൂതരായർ എന്ന നോവൽ എഴുതിയത്. അദ്ദേഹമാണ് മലയാളത്തിലെ ആദ്യത്തെ അപസർപ്പക നോവലായ ഭാസ്കരമേനോൻ എഴുതിയതും അദ്ദേഹമാണ്. അടുത്ത ചോദ്യം മറ്റൊരു കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്. വെട്ടത്ത് സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്? വെട്ടത്ത് സമ്പ്രദായം ചാക്യാർ കൂത്ത്, മുടിയേറ്റ്, കഥകളി, പാഠകം എന്നിവയാണ് തന്നിരിക്കുന്ന ഓപ്ഷനുകൾ. ഇതിൻ്റെ ശരിയുത്തരം ഓപ്ഷൻ സി കഥകളിയാണ്. ഇതിൻ്റെ ശരിയുത്തരം കഥകളിയാണ്. വെട്ടത്ത് സമ്പ്രദായം കഥകളിയുമായി ബന്ധപ്പെട്ടതാണ്. ചാക്യാർ കൂത്തോ മുടിയേറ്റോ അല്ല, കഥകളിയുമായി ബന്ധപ്പെട്ടതാണ് വെട്ടത്ത് സമ്പ്രദായം. നമുക്കറിയാം കഥകളി കൊട്ടാരക്കര തമ്പുരാൻ ഉണ്ടാക്കിയ രാമനാട്ടത്തെ പരിഷ്കരിച്ചാണ് കഥകളിയാകുന്നത്. അപ്പോൾ അതിന് പിന്നീട് പല ശൈലികൾ, കല്ലടിക്കോടൻ ശൈലി, കപ്ലിങ്ങാടൻ ശൈലി, അതുപോലെ വെട്ടത്ത് സമ്പ്രദായം, വെട്ടത്ത് രീതി എന്നുള്ള പരിഷ്കാരങ്ങളൊക്കെ അതിനകത്ത് വരുന്നു. ഇന്ന് നിലവിലുള്ളത് ഈ വെട്ടത്ത് സമ്പ്രദായമാണ്. കഥകളിക്ക് ഒരുപാട് വിശേഷണങ്ങളുണ്ട്. അതിനെ ടോട്ടൽ തിയേറ്റർ, കലകളുടെ രാജാവ്, രാജാക്കന്മാരുടെ കല, സമഗ്ര നൃത്തം എന്നൊക്കെ പറയാറുണ്ട്. കഥകളിയിൽ ആകെ 24 മുദ്രകളാണ് കഥകളിയിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ രാജ്യാന്തര കഥകളി കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. രാജ്യാന്തര കഥകളി കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. കൊട്ടാരക്കര തമ്പുരാൻ മെമ്മോറിയൽ കഥകളി, അതായത് രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവായ കഥകളിയുടെ പൂർവ്വരൂപമായ രാമനാട്ടം, അതിൻ്റെ ഉപജ്ഞാതാവായ കൊട്ടാരക്കര തമ്പുരാൻ്റെ പേരിലുള്ള അദ്ദേഹത്തിൻ്റെ സ്മാരകമായ കഥകളി കേന്ദ്രം കൊല്ലത്താണ് സ്ഥിതി ചെയ്യുന്നത്. കൃഷ്ണനാട്ടത്തിൻ്റെയും രാമനാട്ടത്തിൻ്റെ ഒരു വകഭേദമാണ് കഥകളി. നമുക്കറിയാം കോഴിക്കോട് ഭരിച്ചിരുന്ന മാനവേദ ത്രിവിക്രമൻ എന്ന സാമൂതിരിയാണ് കൃഷ്ണനാട്ടം രൂപപ്പെടുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ പേരിൽ കുറേ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. അത് തെക്കൻ കേരളയെ തിരുവിതാംകൂറിലേക്ക് കൊടുത്തില്ല എന്നും അതിൻ്റെ ഒരു പ്രതികാരം എന്ന വണ്ണമാണ് കൊട്ടാരക്കര തമ്പുരാൻ രാമനാട്ടം ചിട്ടപ്പെടുത്തിയെന്നൊക്കെയാണ്. പിന്നീട് ഏതായാലും കോട്ടയം തമ്പുരാനാണ് ഈ കൃഷ്ണനാട്ടത്തെയും രാമനാട്ടത്തെയും സമന്വയിപ്പിച്ച് കഥകളി ചിട്ടപ്പെടുത്തുന്നത്. കോട്ടയം തമ്പുരാനാണ്. ഈ കൃഷ്ണനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് മാനവേദ ത്രിവിക്രമൻ എന്ന കോഴിക്കോട് സാമൂതിരിയും രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാനുമാണ്. ഈ കൃഷ്ണനാട്ടം രചിച്ചിരിക്കുന്നത് സംസ്കൃതത്തിലും രാമനാട്ടം മലയാളത്തിലുമാണ്. എന്നാൽ കൃഷ്ണഗീതി എഴുതിയത് മാനവേദൻ രാജാവാണ്. കൃഷ്ണഗീതി
കഥകളിയുടെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത് കോട്ടയത്ത് തമ്പുരാനെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ കൃഷ്ണനാട്ടത്തെയും രാമനാട്ടത്തെയും സമന്വയിപ്പിച്ച് നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള കഥകളി രൂപപ്പെടുത്തുന്നത് കോട്ടയം തമ്പുരാനാണ്. കഥകളിയുടെ ലിഖിത രൂപത്തിന്, കഥകളിയുടെ സാഹിത്യ രൂപത്തിന് പറയുന്ന പേരാണ് ആട്ടക്കഥകൾ. ആട്ടക്കഥ, ആടാനുള്ള കഥയാണ് ആട്ടക്കഥ. കഥകളിയുടെ അടിസ്ഥാന പുസ്തകം, അതിൻ്റെ അഭിനയം സ്വീകരിച്ചിരിക്കുന്ന അടിസ്ഥാന ഗ്രന്ഥം ഹസ്തലക്ഷണ ദീപിക എന്നതാണ്. കഥകളിയുടെ അടിസ്ഥാന ഗ്രന്ഥം ഹസ്തലക്ഷണ ദീപിക. എന്നാൽ കഥകളിയുടെ സംഗീതം സ്വീകരിച്ചിരിക്കുന്നത് സോപാന സംഗീത ശൈലിയിൽ നിന്നാണ്. ഈ ഹസ്തലക്ഷണ ദീപിക, കഥകളിയുടെ അഭിനയം സ്വീകരിച്ചിരിക്കുന്ന ഹസ്തലക്ഷണ ദീപിക എഴുതിയത് കടത്തനാട്ട് ഉദയവർമ്മനാണ്. അതിൻ്റെ രീതി എഴുതിയത്. കഥകളിയിലെ പരിഷ്കരണ സമ്പ്രദായങ്ങൾ, കഥകളിയിൽ ഈ പറഞ്ഞ പോലെ വെട്ടത്ത് നാടൻ സമ്പ്രദായം, കല്ലടിക്കോടൻ സമ്പ്രദായം, കപ്ലിംഗ് ഓടൻ സമ്പ്രദായം, ഇങ്ങനെ പല അഭിനയ രീതികൾ സ്വീകരിച്ചു വരുന്നു. നമ്മളിപ്പോൾ നിലവിലുള്ളത് കല്ലടിക്കോടനും വെട്ടത്ത് സമ്പ്രദായമൊക്കെയാണ് ഇപ്പോൾ നമ്മൾ സ്വീകരിച്ചു വരുന്ന സമ്പ്രദായങ്ങൾ. കഥകളിയിൽ പ്രധാനമായി 5 തരം വേഷങ്ങളാണുള്ളത്. പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്നിങ്ങനെ 5 തരം വേഷങ്ങളാണ്. അതിൽ നല്ല കഥാപാത്രങ്ങൾക്ക്, സാത്വിക കഥാപാത്രങ്ങൾക്ക് പച്ചവേഷം, വില്ലൻ കഥാപാത്രങ്ങൾക്ക്, രജോ ഗുണമുള്ള കഥാപാത്രങ്ങൾക്ക്, രാജസ കഥാപാത്രങ്ങൾക്ക് കത്തിവേഷം, തമോ ഗുണമുള്ള ദുഷ്ടകഥാപാത്രങ്ങൾക്ക് കരിവേഷം, പിന്നെ സന്യാസികമാർക്ക് താടിവേഷം, സ്ത്രീകൾ പിന്നെ അതുപോലെ മറ്റു ഉടുത്തുകെട്ടും വെച്ചുകെട്ടുമുള്ള വേഷങ്ങൾക്കെല്ലാം മിനുക്ക്. ഇങ്ങനെ പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്ന 5 തരം വേഷങ്ങളാണ് കഥകളിയിൽ ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: മഹാകവി പി കുഞ്ഞിരാമൻ നായരെ കുറിച്ച് മേഘരൂപൻ എന്ന കവിത എഴുതിയത് ആര്? മേഘരൂപൻ. തന്നിരിക്കുന്ന ഓപ്ഷനുകൾ ആറ്റൂർ രവിവർമ്മ, റഫീഖ് അഹമ്മദ്, VM ഗിരിജ, മുരുകൻ കാട്ടാക്കട എന്നിവയാണ്. നമുക്കറിയാം, പി കുഞ്ഞിരാമൻ നായരെ കുറിച്ച് മേഘരൂപൻ, ഇവൻ മേഘരൂപൻ എന്ന പേരിൽ കവിത എഴുതിയത് ആറ്റൂർ രവിവർമ്മയാണ്. മേഘരൂപൻ. പിന്നീട് ഇത് ഇവൻ മേഘരൂപൻ എന്ന പേരിൽ ടെലിസ്കിറ്റായി നിങ്ങളൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. ശരിക്കു പറഞ്ഞാൽ ഇവിടെ ആറ്റൂർ രവിവർമ്മ യഥാർത്ഥത്തിൽ പി കുഞ്ഞിരാമൻ നായരെ നേരിട്ട് അവതരിപ്പിക്കുന്നില്ല, സിംബോളിക്കായിട്ടാണ്. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ വളരെ പ്രസിദ്ധമായൊരു കവിതയാണ് സഹ്യൻ്റെ മകൻ. അതിൽ അദ്ദേഹം സഹ്യൻ്റെ മകനെ അവതരിപ്പിക്കുന്നത് ഒരു ആനയാണ്. കീഴാളൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനവുമായി, അല്ലെങ്കിൽ അവൻ്റെ പ്രതിനിധിയായിട്ടാണ് കറുത്തവനായ എന്നാൽ കരുത്തനായ ആനയെ വൈലോപ്പിള്ളി അവതരിപ്പിക്കുന്നത്. സാധാരണ നമ്മുടെ നാട്ടിൽ തിടമ്പേറ്റാനും പിന്നെ തടിപിടിക്കാനും എത്തുന്ന ആനയായിട്ടല്ല, സ്വാതന്ത്ര്യബോധമുള്ള ആനയായിട്ടാണ് ഈ വൈലോപ്പിള്ളിയുടെ സഹ്യൻ്റെ മകനിലെ ആനയെ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ആ ആനയെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ആറ്റൂർ രവിവർമ്മ ഈ മേഘരൂപൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ആന എന്നാണ്. സഹ്യനേക്കാൾ തലപ്പൊക്കം നിളയെക്കാളും ആർദ്രത എന്നാരംഭിക്കുന്ന കവിതയിൽ യഥാർത്ഥത്തിൽ ഈ സഹ്യൻ്റെ മകനിലെ ആനയാണ്. പക്ഷേ ആ ആനയുടെ വിശേഷണങ്ങൾ ആർക്ക് യോജിക്കുന്നതാണ്? പി കുഞ്ഞിരാമൻ നായർക്ക് യോജിക്കുന്നതാണ്. സഹ്യനേക്കാൾ തലപ്പൊക്കം നിളയെക്കാളും ആർദ്രത എന്ന് പറയുന്നത്. അങ്ങനെ ആ സഖ്യൻ്റെ മകനെന്ന ആനയിലൂടെ പി കുഞ്ഞിരാമൻ നായരെ അവതരിപ്പിച്ച ആറ്റൂർ രവിവർമ്മയുടെ കൃതിയാണ് മേഘരൂപൻ, ഇവൻ മേഘരൂപൻ. റഫീഖ് അഹമ്മദിൻ്റെ കവിത നിങ്ങൾക്കറിയാം, തോരാമഴ, അമ്മത്തൊട്ടിൽ തുടങ്ങിയ കവിതകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടും ഉണ്ടാകും. VM ഗിരിജയും മുരുകൻ കാട്ടാക്കടയും ഒക്കെ നിങ്ങൾക്ക് സുപരിചിതരാണ്. അപ്പോൾ കുഞ്ഞിരാമൻ നായരെക്കുറിച്ച് എഴുതിയതാണ് മേഘരൂപൻ ആറ്റൂർ രവിവർമ്മ. പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണ് കവിയുടെ കാൽപ്പാടുകൾ. ഒരുപക്ഷെ കവിതയേക്കാൾ തനിക്കിണങ്ങുന്നത്, പദ്യത്തെക്കാൾ തനിക്കിണങ്ങുന്നത് ഗദ്യമാണെന്ന് കുഞ്ഞിരാമൻ നായർ നിസ്സംശയം തെളിയിച്ച രചനകളാണ് കവിയുടെ കാൽപ്പാടുകൾ. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളുണ്ട്, എന്നെ തിരയുന്ന ഞാൻ, നിത്യകന്യകയെ തേടി തുടങ്ങിയവയൊക്കെ. കുഞ്ഞിരാമൻ നായരുടെ പ്രധാന കൃതികൾ നമുക്കറിയാം, കളിയച്ഛൻ, താമരത്തോണി, സൗന്ദര്യപൂജ തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം ദാ ഇങ്ങനെയാണ്: ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകളിൽ ഉൾപ്പെടാത്തതേത്? ഉത്തരാസ്വയംവരം, കീചകവധം, ദക്ഷയാഗം, തോരണയുദ്ധം. ഇതിൽ ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകളിൽ ഉൾപ്പെടാത്തത് തോരണയുദ്ധമാണ്. തോരണയുദ്ധം അത് ശരിക്കും പറഞ്ഞൊരു ആട്ടക്കഥയല്ല. ഈ ഉത്തരാസ്വയംവരം, കീചകവധം, ദക്ഷയാഗം ഇതെല്ലാം ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകളാണ്. ഇരയിമ്മൻ തമ്പി എന്ന് കേട്ടാൽ ഒരു ശരാശരി മലയാളിയുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് താരാട്ട് പാട്ടാണ്, അല്ലേ? ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമളത്താമര പൂവോ എന്ന് സ്വാതി തിരുനാളിനെ പാടി ഉറക്കാൻ അദ്ദേഹം എഴുതിയ കൃതി. എന്നാൽ ഈ സമയത്ത് ഇരയിമ്മൻ തമ്പി തിരുവിതാംകൂറിൽ സ്വാതിയുടെ കൊട്ടാരത്തിലേക്ക് എത്തുന്ന ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ ഈ ഉണ്ണായി വാര്യരുടെ നളചരിതം ഗംഭീരമായി നിൽക്കുകയാണ്. നളചരിതത്തിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം, അതിന് അവതരണ സാധ്യത. അതായത് നല്ല മിടുക്കന്മാർക്ക് മാത്രമേ അവതരിപ്പിക്കാൻ കഴിയൂ. നല്ല ഒന്നാന്തര സാഹിത്യമാണ് നളചരിതം.
പക്ഷേ അവതരിപ്പിക്കാൻ ഈ 4 ദിവസം അവതരിപ്പിക്കാൻ വലിയ പ്രയാസം, അത്ര ഗംഭീരന്മാരായ അഭിനേതാക്കൾക്ക് മാത്രമേ കഴിയൂ. അപ്പോൾ അഭിനയ സാധ്യതയുള്ള, അവതരണ സാധ്യതയുള്ള ആട്ടക്കഥകൾ എഴുതിയത് ഇരയിമ്മനാണ്. അതാണ് ഉത്തരാ സ്വയംവരം, കീചകവധം, ദക്ഷയാഗം. ഈ ഏറ്റവും കൂടുതൽ വേദിയിൽ അവതരിപ്പിക്കപ്പെട്ട ആട്ടക്കഥ ഇരയിമ്മൻ്റേതാണ്, നളചരിതമല്ല. ഏറ്റവും കൂടുതൽ വേദിയിൽ അവതരിപ്പിക്കപ്പെട്ട ആട്ടക്കഥ ഇരയിമ്മൻ തമ്പിയുടേതാണ്. പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ ഈ ഉത്സവ നോട്ടീസൊക്കെ എടുത്ത് നോക്കിയാൽ കാണാം, എല്ലാത്തിലുള്ള ദക്ഷയാഗം, കീചകവധം, ദക്ഷയാഗം, കീചകവധമൊക്കെയാണ്. ദക്ഷയാഗമാണ് ഏറ്റവും കൂടുതൽ അവതരിപ്പിക്കപ്പെടുന്ന സാധനം. വളരെ അവതരണ സാധ്യതയുള്ള കൃതിയാണത്. ഇപ്പോൾ നളചരിതത്തിൽ നല്ല സാഹിത്യമാണെങ്കിലും അവതരിപ്പിക്കാൻ അത്രയും ഗംഭീരന്മാരായ ആൾക്കാർക്ക് കഴിയും. കാര്യം എഴുതി പിടിപ്പിച്ചിരിക്കുക ഉണ്ണായി. അതുപോലെ ഈ കീചകവധത്തിലെ ദണ്ഡകങ്ങളൊക്കെ വളരെ പ്രസിദ്ധമാണ്. ക്ഷോണീന്ദ്ര പത്നിയുടെ വാണി നിശമ്യ പുനരേണി വിലോചന നടുങ്ങി മിഴിയിണ കലങ്ങി വിവശതയിൽ മുങ്ങി പല തടവും അതിന് പുനരവളോട് പറഞ്ഞളവ് പരുഷമൊഴി കേട്ടുടൻ അടങ്ങി എന്നൊക്കെയുള്ള അതിലെ ദണ്ഡക ഭാഗങ്ങളുമൊക്കെ മലയാളികൾക്ക് വളരെ സുപരിചിതമാണ്. അപ്പോൾ ഇതിൽ ഇരയിമ്മൻ്റെ രചന അല്ലാത്തത് തോരണയുദ്ധമാണ്. തോരണയുദ്ധം യഥാർത്ഥത്തിൽ ഒരു കൂടിയാട്ട കൃതിയാണ്. കേരളത്തിന് പുറത്ത് അവതരിപ്പിച്ച ആദ്യത്തെ കൂടിയാട്ടവും തോരണയുദ്ധമാണ്. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിൻ്റെ തനതായ നൃത്ത കലാരൂപമേത്? ഭരതനാട്യം, മോഹിനിയാട്ടം, തിരുവാതിര, കുച്ചിപ്പുടി. ഇതിൽ ശരി ഉത്തരം കേരളത്തിൻ്റെ തനതായ നൃത്ത കലാരൂപം മോഹിനിയാട്ടമാണ്. എന്നാൽ ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. കുച്ചിപ്പുടി നമുക്കറിയാം, ആന്ധ്രയുടെയൊക്കെയാണ്, അതിൻ്റെ ബാക്കിയൊക്കെ നമുക്കറിയാം. നമുക്ക് നോക്കാം. കേരളത്തിൻ്റെ തനത് കല എന്ന് പറയുമ്പോഴും മോഹിനിയാട്ടം മറ്റ് ചില സ്റ്റേറ്റുകളിൽ ഉണ്ട്. അവിടുത്തെ ചില അഭിനയ രീതികളെ കടമെടുത്തിട്ടാണ് ഉണ്ടാക്കിയത് എന്നുള്ളത് കൊണ്ടാണ് പിന്നീട് ഗുരു ഗോപിനാഥ് കേരളത്തിൻ്റെ സ്വന്തം ഒരു നൃത്തരൂപം വേണം എന്ന നിലയിൽ കേരള നടനം ആവിഷ്കരിക്കുന്നത്. പക്ഷേ കേരളത്തിൻ്റെ തനത് കലാരൂപം, നൃത്തകലാരൂപം മോഹിനിയാട്ടം തന്നെയാണ്. ഈ മോഹിനിയാട്ടത്തിന് ക്ലാസിക്കൽ പദവി ലഭിച്ച നൃത്തരൂപങ്ങളിലൊന്നാണ് മോഹിനിയാട്ടം. ലാസ്യ നൃത്തശൈലിക്ക് ഊന്നൽ നൽകുന്ന നൃത്തരൂപമാണ് മോഹിനിയുടെ ആട്ടം. പണ്ട് ഈ ദേവദാസി സമ്പ്രദായം ഉണ്ടായിരുന്ന സമയത്ത് ആ ദേവദാസിമാർ സ്വീകരിച്ചിരുന്ന നൃത്തരൂപമാണ് മോഹിനിയാട്ടം എന്ന് പറയുന്നത്. ലാസ്യ നൃത്തശൈലിക്ക് ഊന്നൽ നൽകുന്നതാണ്. കേരളത്തിൻ്റെ തനത് നൃത്തരൂപവും മോഹിനിയാട്ടമാണ്. ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉടലെടുത്ത് പിന്നീട് ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർന്നു വന്ന നൃത്തരൂപമാണത്. മോഹിനിയാട്ടത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് പ്രശസ്ത മോഹിനിയാട്ട നർത്തകി കല്യാണിക്കുട്ടിയമ്മയാണ് മോഹിനിയാട്ടത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത്. ഈ നൃത്തരൂപത്തിൻ്റെ അടിസ്ഥാന ഭാവം ലാസ്യമാണ്, ശൃംഗാരമാണ്, ലാസ്യമാണ് ഇതിൻ്റെ അടിസ്ഥാന ഭാവം. അതുപോലെ മോഹിനിയാട്ടത്തിൻ്റെ പ്രമാണ ഗ്രന്ഥമായി നമ്മൾ പരിഗണിക്കുന്ന വ്യവഹാരമാലയാണ്. മോഹിനിയാട്ടത്തിൻ്റെ പ്രാമാണിക ഗ്രന്ഥമായി പരിഗണിക്കുന്നത് വ്യവഹാരമാലയാണ്. അതെഴുതിയത് മഴമംഗലം നമ്പൂതിരിയാണ്. ഭാഷാ നൈഷധം ചമ്പു എഴുതിയ മഴമംഗലം നമ്പൂതിരിയാണ് അത് എഴുതിയത്. മോഹിനിയാട്ടത്തിന് പ്രചോദനം നൽകിയ, അതിന് ഏറ്റവും കൂടുതൽ വളർച്ചയ്ക്ക് സഹായം നൽകിയ തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാളാണ്. സ്വാതി തിരുനാൾ നമുക്കറിയാം, ചക്രവർത്തിമാർക്കിടയിലെ കലാകാരന്മാർക്കിടയിലെ ചക്രവർത്തി എന്നറിയപ്പെട്ട സ്വാതി തിരുനാൾ അദ്ദേഹമാണ് മോഹിനിയാട്ടത്തിന്. അദ്ദേഹത്തിൻ്റെ സദസ്സിൽ ധാരാളം മോഹിനിയാട്ട നർത്തകിമാരുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട കുറേ വിവാദങ്ങളുമൊക്കെ നമുക്കറിയാവുന്നതാണ്. അടുത്ത ചോദ്യം അതിങ്ങനെയാണ്. കേരളത്തിലെ ഏത് ജില്ലയിൽ കണ്ടുവരുന്ന നാടോടി കലാരൂപമാണ് അലാമിക്കളി? ഏത് ജില്ലയിലാണ് എന്നാണ്. ആലപ്പുഴ, പത്തനംതിട്ട, കണ്ണൂർ, കാസർഗോഡ് എന്നിവയാണ് തന്നിരിക്കുന്ന ഓപ്ഷനുകൾ. നമുക്കറിയാം അലാമിക്കളി കാസർഗോഡിൻ്റെ കലാരൂപമാണ്. കാസർഗോഡിൻ്റെ നാടോടി കലാരൂപമാണ് അലാമിക്കളി. അതുപോലെ മറ്റു ചില ജില്ലകളിലേതും കൂടി നമുക്കൊന്ന് നോക്കാം. ഗദ്ദിക വയനാടിൻ്റെ കലാരൂപമാണ് ഗദ്ദിക. അതുപോലെ പാലക്കാടിൻ്റേതാണ് ആലമ്മാല നാടകം, പാലക്കാടിൻ്റേതാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കാണുന്നതാണ് ചിമ്മാനക്കളി. തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിൽ കാണുന്നതാണ് അയ്യപ്പൻ തീയാട്ട്. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ കാണുന്നതാണ് തിറ. പാലക്കാട്, മലപ്പുറം പ്രദേശത്ത് പാണക്കളി. പാലക്കാട്ട് പൊറാട്ട് നാടകം, നമ്മൾ നേരത്തെ കന്യാർ കളിയുടെ കാര്യമൊക്കെ പറഞ്ഞതുപോലെ പൊറാട്ട് നാടകം പാലക്കാടിൻ്റേതാണ്. അടുത്ത ചോദ്യം നോക്കൂ. താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ ജോഡികൾ കണ്ടെത്തുക. അതിലെ ഒരു സൈഡിൽ തന്നിരിക്കുന്നത് കൂടിയാട്ടം, മോഹിനിയാട്ടം, കേരള നടനം. അതുപോലെ അതിൻ്റെ കലാകാരന്മാരെ തന്നിട്ടുണ്ട്. കൂടിയാട്ടം മാണി, അവിടെ അക്ഷരത്തെറ്റാണ്, മണിയല്ല മാണി, മാണി മാധവ ചാക്യാർ. മോഹിനിയാട്ടം മൂഴിക്കൽ പങ്കജാക്ഷി. കേരള നടനം ഗുരു ഗോപിനാഥ്. ശരിയായത് കണ്ടെത്താനാണ്. എ തന്നിരിക്കുന്നത് 1, 2, ബി 2, 3, സി 1, 3, ഡി 1, 2, 3. ഇതിൻ്റെ ശരി ഉത്തരം ഓപ്ഷൻ സി
ഒന്നും മൂന്നും, അതായത് കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട പ്രശസ്ത കലാകാരനാണ് മാണി മാധവ ചാക്യാർ. നമ്മൾ നേരത്തെ കണ്ടതാണ്. അതുപോലെ കുറച്ച് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, കേരളത്തിൻ്റെതായ ഒരു സ്വന്തം നൃത്തരൂപം ആവിഷ്കരിച്ച, കേരള നടനം ആവിഷ്കരിച്ച ആൾ ഗുരു ഗോപിനാഥാണ്. അപ്പോൾ ആ ഒന്നും മൂന്നും ഓപ്ഷനുകളാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: താഴെ പറയുന്നവയിൽ ആരുടെ കാലത്താണ് കേരളത്തിൽ ചവിട്ടുനാടകം ആരംഭിച്ചത്? പോർച്ചുഗീസുകാർ, ഫ്രഞ്ചുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ. ഇതിൻ്റെ ശരിയുത്തരം ഓപ്ഷൻ എ, പോർച്ചുഗീസുകാരുടെ കാലഘട്ടത്തിലാണ്. പോർച്ചുഗീസുകാരുടെ പിന്നീട് ആ ഓപ്പറയുടെയൊക്കെ ഇതായിട്ടാണ് ചവിട്ടുനാടകം ഇവിടെ വരുന്നത്. കാറൽമാൻ ചരിതം അല്ലേ, കാറൽമാൻ ചരിതമാണ് ആദ്യത്തെ ചവിട്ടുനാടകം. പോർച്ചുഗീസുകാരാണ് അതിവിടെ കൊണ്ട് അവതരിപ്പിക്കുന്നത്. കാറൽമാൻ ചരിതം പോർച്ചുഗീസ് ഭരണകാലത്തിലാണ് ചവിട്ടുനാടകം ആവിർഭവിച്ചത്. ചിന്നത്തമ്പി പിള്ള, വേദനായകം പിള്ള എന്നിവരാണ് ചവിട്ടുനാടകത്തിൻ്റെ പ്രധാന പ്രയോക്താക്കൾ. അതിൻ്റെ ഉപജ്ഞാതാക്കൾ എന്ന് തീർത്തങ്ങനെ പറയത്തില്ലെങ്കിലും ആ മേഖലയിൽ പ്രശസ്തരായവരാണ് ചിന്നത്തമ്പി പിള്ളയും വേദനായകം പിള്ളയും. ഈ ചവിട്ടുനാടകത്തിൻ്റെതാണ്. അതായത് സാധാരണ ഇതിന് ചവിട്ടുനാടകം എന്ന് പറയാൻ കാരണം, സാധാരണ നാടകത്തിലെ അഭിനേതാക്കളുടെ മൂവ്മെൻറ്റ്സ് ക്വയറ്റ് നാച്ചുറലാണ്. ഇപ്പോൾ ഞാനൊരു നാടക നടനാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, സാധാരണ നടക്കും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം, മുന്നോട്ടും പിന്നോട്ടും നടക്കാം. എൻ്റെ കൈകാലുകളുടെയൊക്കെ ചലനം സ്വാഭാവികമാണ്. എന്നാൽ ചവിട്ടുനാടകത്തിലെ കഥാപാത്രങ്ങളുടെ ചലനം അതിന് 12 ചുവടുകൾ പറയുന്നു. ആ ചുവടുകൾ അനുസരിച്ച് വേണം. ഇപ്പോൾ ഞാൻ ചവിട്ടുനാടകമാണ് അഭിനയിക്കുന്നതെങ്കിൽ സാധാരണ നാടകത്തിൽ എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകാൻ കഴിയുമെങ്കിൽ ചവിട്ടുനാടകത്തിൽ അങ്ങനെ പോകാൻ കഴിയില്ല. ആ ചുവട് വെച്ച് പോകാൻ കഴിയും. അങ്ങനെ ചവിട്ടി നാടകം കളിക്കുന്നതുകൊണ്ടാണ് ചവിട്ടുനാടകം എന്ന് പറയുന്നത്. അതിന് ഈ ചുവടുകൾ ചവിട്ടുന്നത് കൊണ്ടാണ്. അതുപോലെ ആദ്യത്തെ ചവിട്ടുനാടകം കാറൽമാൻ ചരിതം ആണെന്നാണ് കണക്കാക്കുന്നത്. അടുത്ത ചോദ്യം ഇങ്ങനെ: NV കൃഷ്ണവാര്യരുടെ അഭിപ്രായത്തിൽ അസീറിയയിലെ നിനവേയുടെ ഇന്ത്യൻ സാഹിത്യനാമം എന്താണ്? കൃഷ്ണവാര്യരുടെ അഭിപ്രായമാണ് അസീറിയയിലെ നിനവേയുടെ ഇന്ത്യൻ സാഹിത്യനാമം എന്താണ്? ശക്തിപുരം, ശോണിതപുരം, ഹസ്തിനപുരി, ആനന്ദപുരി എന്നിവയാണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ ശരിയുത്തരം ശോണിതപുരം എന്നാണ്. അസീറിയയിലെ നിനവേയുടെ ഇന്ത്യൻ സാഹിത്യനാമം, അതായത് ഇന്ത്യൻ സാഹിത്യകൃതികളിൽ പ്രത്യക്ഷപ്പെടുന്ന പേര് ശോണിതപുരം എന്നാണ് NV കൃഷ്ണവാര്യർ അഭിപ്രായപ്പെടുന്നത്. നോക്കൂ, അടുത്ത ചോദ്യം. 1995 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് UR അനന്തമൂർത്തി, MT വാസുദേവൻ നായർ, ONV കുറുപ്പ്, മഹാശ്വേതാദേവി. നമുക്കറിയാം MT വാസുദേവൻ നായരാണ് 95 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ്. സമഗ്ര സംഭാവന കണക്കിലെടുത്താണ് അദ്ദേഹത്തിന് ആ ജ്ഞാനപീഠം കിട്ടുന്നത്. ONV കുറുപ്പിന് കിട്ടുന്നത് 2007 MT വാസുദേവൻ നായർക്കാണ് 95 ജ്ഞാനപീഠ പുരസ്കാരം കിട്ടുന്നത്. ജ്ഞാനപീഠ പുരസ്കാരം ഇതുവരെയുള്ള ചരിത്രത്തിൽ മലയാളത്തിൽ നിന്ന് 6 പേർക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. അതിൽ പ്രഥമ ജ്ഞാനപീഠം കിട്ടിയത് 1965 G ശങ്കരക്കുറുപ്പിന് ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരത്തിന്. തുടർന്ന് 1980 ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവലിന് SK പൊറ്റക്കാട്. 84 തകഴി ശിവശങ്കര പിള്ളയ്ക്ക് സമഗ്ര സംഭാവനയ്ക്കാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ കയർ എന്ന നോവലിന് അന്നത്തെ അവാർഡ് നിർണയ സമിതി പ്രത്യേക പരാമർശം നൽകി. കയറിന് പ്രത്യേക പരാമർശത്തോടു കൂടിയാണ് തകഴിക്ക് ഈ ജ്ഞാനപീഠ പുരസ്കാരം കിട്ടുന്നത്. കാരണം 1982 മുതൽ സമഗ്ര സംഭാവന കണക്കിലെടുത്താണ് ജ്ഞാനപീഠ പുരസ്കാരം കൊടുക്കുന്നത്. 81 വരെയാണ് ഒരു പ്രത്യേക കൃതിയെ മുൻനിർത്തി കൊടുത്തിരുന്നത്. തകഴിക്ക് കിട്ടുന്നത് 84 സമഗ്ര സംഭാവനയ്ക്കാണ്. കയർ എന്ന കൃതിക്ക് പ്രത്യേക പരാമർശം നൽകിയെന്ന് മാത്രം. പിന്നീട് 1995 MTക്കും, പിന്നെ 2007 ONVക്കും, 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കും സമഗ്ര സംഭാവന കണക്കിലെടുത്ത് മലയാളത്തിൽ നിന്ന് ജ്ഞാനപീഠം ലഭിക്കുകയുണ്ടായി. അടുത്ത ചോദ്യം ഇങ്ങനെ: ജ്ഞാനപ്പാനയുടെ രചയിതാവ് ആര്? മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി, വള്ളത്തോൾ നാരായണമേനോൻ, ചെറുശ്ശേരി നമ്പൂതിരി, പൂന്താനം നമ്പൂതിരി. ഇത് കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് വരെ സുപരിചിതമാണ്. പൂന്താനം നമ്പൂതിരിയാണ് ജ്ഞാനപ്പാനയുടെ രചയിതാവ്. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല, ഇന്നീ കണ്ട തടിക്ക് വിനാശവും ഇന്ന നേരമെന്നത് ഏതും അറിഞ്ഞില്ല, കണ്ടിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ, 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റ് നടത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്നെഴുതുമ്പോൾ പൂന്താനം നമ്പൂതിരി ഹൃദയരക്തം കണ്ണീരിൽ ചാലിച്ച് സ്വാനുഭവത്തിൻ്റെ തീച്ചുളയിൽ നിന്നാണ് ഇത് എഴുതിയെന്നാണ് പറയുന്നത് അല്ലേ. അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവം. കുഞ്ഞുങ്ങളില്ലാതിരുന്ന അദ്ദേഹം ഗുരുവായൂർ ഭഗവാനെ ധ്യാനിക്കുകയും ഭജിക്കുകയും അങ്ങനെ അദ്ദേഹത്തിന് കുഞ്ഞ് ജനിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അഹങ്കാരിയായി മാറിയ അദ്ദേഹം ഭക്തിയൊക്കെ കുറഞ്ഞു. അതിന് തക്കതായ ശിക്ഷ ഭഗവാൻ അദ്ദേഹത്തിന് കൊടുത്തു എന്ന് പറയുന്നു.
ഈ കുഞ്ഞിൻ്റെ അന്നപ്രാശ ചടങ്ങ് നടക്കുന്ന ദിവസം വിഴുപ്പ് ഭാണ്ഡത്തിൽപ്പെട്ട് കാത്തിരുന്ന് കിട്ടിയ ഈ കൺമണി മരിച്ചുപോയി. അങ്ങനെ അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എനിക്ക് കിട്ടിയ തിരിച്ചടിയാണ്, എൻ്റെ അഹങ്കാരത്തിന് കിട്ടിയ തിരിച്ചടിയാണെന്ന് മനസ്സിലായി. ഈ ഭൗതിക നേട്ടങ്ങളുടെ പേരിൽ അഹങ്കരിക്കുന്നതൊക്കെ വെറുതെയാണെന്നും ഇതൊക്കെ നഷ്ടപ്പെടാൻ ഒരു സെക്കൻഡ് മാത്രം മതിയെന്നും ഇതെല്ലാം തീരുമാനിക്കുന്നത് നമ്മളല്ല, മേളിലിരിക്കുന്ന വലിയ ശക്തിയാണെന്ന ജ്ഞാനത്തിൽ നിന്ന്, ആ തിരിച്ചറിവിൽ നിന്നുണ്ടായ പാട്ട് പാനയാണ് ജ്ഞാനപ്പാന. അതുകൊണ്ടാണ് അദ്ദേഹം കണ്ടിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നത് ഭവാനെന്ന് എഴുതുമ്പോൾ കണ്ടില്ലെന്ന് വന്നത് സ്വന്തം കുഞ്ഞാണ്. സ്വന്തം ഉയർച്ച താഴ്ചകൾ കണ്ടിട്ടാണത്ര അദ്ദേഹം പാടിയത്. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റ് നടത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാനെന്ന് എഴുതുമ്പോൾ സ്വന്തം തോളത്ത് മാറാപ്പ് ഇരിക്കുകയായിരുന്നു എന്നാണ് ഐതിഹ്യം. അതാണ് പൂന്താനം നമ്പൂതിരി. പൂന്താനം ഇല്ലം ഇന്നത്തെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയ്ക്കടുത്താണ്. പൂന്താനം സ്മാരകം ഗുരുവായൂരിലാണെങ്കിലും പൂന്താനം ഇല്ലം പെരിന്തൽമണ്ണയ്ക്കടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ജ്ഞാനപ്പാനയുടെ കർത്താവ് അദ്ദേഹമാണ്. അതുകൂടാതെ സന്താനഗോപാലം, ശ്രീകൃഷ്ണ കർണാമൃതം തുടങ്ങിയ ഭക്തികൃതികളും അദ്ദേഹത്തിൻ്റെ വകയായിട്ടുണ്ട്. കേരള സൂർദാസ് എന്നറിയപ്പെടുന്നതും ഈ പൂന്താനം നമ്പൂതിരിയാണ്. മേൽപ്പത്തൂരിൻ്റെ നമുക്കറിയാം നാരായണീയം, മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ നാരായണീയം. വള്ളത്തോൾ നമുക്കറിയാം ചെറുശ്ശേരി കൃഷ്ണഗാഥ. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: പരമ്പരാഗത നാടോടി നൃത്തമായ ഘൂമർ അറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? അത് ആ കലാരൂപം അവതരിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ ഓപ്ഷനുകളുണ്ട്. ശരി ഉത്തരം രാജസ്ഥാൻ എന്നാണ്. രാജസ്ഥാൻ. എന്നാൽ ഈ ഘൂമർ രാജസ്ഥാനിൽ കൂടാതെ പഞ്ചാബിൻ്റെ ചില ഭാഗങ്ങളിലും ഈ ഘൂമർ എന്ന നൃത്തരൂപം അവതരിപ്പിച്ചു വരുന്നു. തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ പഞ്ചാബ് ഇല്ലാത്തതിനാൽ രാജസ്ഥാൻ എന്നതാണ് ശരി ഉത്തരം, ഘൂമർ അവതരിപ്പിക്കുന്നത്. നമുക്ക് മറ്റു ചില സംസ്ഥാനങ്ങളിലെ കലാരൂപങ്ങൾ കൂടി നോക്കിയാലോ? നോക്കൂ, ആന്ധ്രാപ്രദേശിൻ്റെ തനത് നൃത്തരൂപമാണ് കുച്ചുപ്പുടി. അതുപോലെ അസമിലേതാണ് ബിഹു, സത്രിയ, ഓജപാലി തുടങ്ങിയവ. മഹാരാഷ്ട്രയിൽ തമാശയും. പഞ്ചാബിൻ്റെ തനത് കലകളാണ് ഭാംഗ്ര നൃത്തം, അതുപോലെ ഗിഡ്ഡ. അവിടെ സ്ത്രീകൾ മാത്രം അവതരിപ്പിക്കുന്ന നൃത്തരൂപമാണ് ഗിഡ്ഡ. അതുപോലെ ഭാംഗ്ര പഞ്ചാബിൻ്റേതാണ്. ഒഡീഷയുടേത് ഒഡിസി, ഗോട്ടിപ്പുവ എന്നീ നൃത്തരൂപങ്ങളാണ്. ഗുജറാത്തിൽ ഗർഭ, ദണ്ഡ്യ എന്നീ നൃത്തരൂപങ്ങൾ അവതരിപ്പിച്ചു വരുന്നു. തമിഴ്നാട്ടിൽ ഭരതനാട്യം, കുമ്മി, മയിലാട്ടം തുടങ്ങിയവ. കുമ്മിയടി നമുക്കറിയാം, നമ്മൾ അമ്മൻകൊടയൊക്കെ പോലുള്ള മയിലാട്ടവും കുമ്മിയടിയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. തമിഴ്നാടിൻ്റെ തനത് കലകളാണ് ഭരതനാട്യം, കുമ്മി, മയിലാട്ടം. ബീഹാറിൽ ജദ്ജതിൻ, ബിദേശിയ എന്നീ നൃത്തരൂപങ്ങളും. കർണാടകത്തിൻ്റെ തനത് കലയാണ് യക്ഷഗാനം. രാജസ്ഥാനിൽ ഘൂമർ കൂടാതെ ഖയാൽ എന്ന നൃത്തരൂപം അവതരിപ്പിച്ചു വരുന്നു. ജമ്മു കാശ്മീരിൻ്റേതാണ് റൗഫ്. മിസോറാമിൻ്റേത് ചിറാവു, അതായത് മുള തടി വെച്ചുള്ള നൃത്തത്തെ മുള നൃത്തം. മിസോറാമിൻ്റേതാണ് ചിറാവു എന്ന നൃത്തം. ഇനി പശ്ചിമ ബംഗാളിൽ കാണപ്പെടുന്ന നാടോടി കലകളാണ് ചൗ, ജാത്ര എന്നിവ. ഈ ജാത്ര നാടകം എന്ന് തന്നെ നമ്മൾ പറയാറുണ്ട്, ചൗ, ജാത്ര തുടങ്ങിയവ. ഉത്തർപ്രദേശിലാണ് കഥക്, നൗട്ടാങ്കി, രാസലീല തുടങ്ങിയവ. മധ്യപ്രദേശിൽ മച്ച, ലോത എന്നീ നൃത്തരൂപങ്ങളും. മേഘാലയയിൽ ലാഹോ, നോങ്ക്രം എന്നീ നൃത്തരൂപങ്ങൾ അവതരിപ്പിക്കുന്നു. ഹിമാചൽ പ്രദേശിൽ നദി, ഹരിയാനയിൽ സ്വാങ് എന്നിവ തനത് കലകളായി അവതരിപ്പിച്ചു പോരുന്നു. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ എപ്പോഴാണ് സ്ഥാപിതമായത്? ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ. ഓപ്ഷൻ എ 1965 മാർച്ച് 11, 1956 ജൂലൈ 21, 1966 സെപ്റ്റംബർ 21, 1955 മെയ് 11. ഇതിൻ്റെ ശരി ഉത്തരം ഓപ്ഷൻ ഡി, 1955 മെയ് 11 തീയതിയാണ് ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമാകുന്നത്. അടുത്ത് നമ്മളൊരു ഡിഗ്രി പ്രിലിംസിൻ്റെ ചോദ്യമാണ്. ആ ചോദ്യം ഇംഗ്ലീഷിലാണെന്നുണ്ടായത്. ഹു റോട്ട് കഥകളി വിജ്ഞാന കോശം അഥവാ എൻസൈക്ലോപീഡിയ ഓഫ് കഥകളി എഴുതിയതാര്? കഥകളി വിജ്ഞാനകോശം എഴുതിയതാര് എന്നാണ് ചോദ്യം. തന്നിരിക്കുന്ന ഓപ്ഷനുകൾ എസ് കെ നായർ, KPS മേനോൻ, കലാമണ്ഡലം ഗോപി, ഐമനം കൃഷ്ണ കൈമൾ. ഇതിൻ്റെ ശരി ഉത്തരം ഓപ്ഷൻ ഡി, ഐമനം കൃഷ്ണ കൈമളാണ് കഥകളി വിജ്ഞാനകോശം എന്ന ഗ്രന്ഥം എഴുതിയത്. അത് കഥകളി പുരസ്കാരത്തിന്, മികച്ച കഥകളി ഗ്രന്ഥത്തിനുള്ള പുരസ്കാരം നേടിയ കൃതി കൂടിയാണ് ഐമനം കൃഷ്ണ കൈമൾ എഴുതിയ കഥകളി വിജ്ഞാനകോശം. അടുത്ത ചോദ്യം: അപ്പുക്കിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ചെമ്മീൻ, ധർമ്മപുരാണം, ഗുരുസാഗരം, ഖസാക്കിൻ്റെ ഇതിഹാസം. കേരളത്തിലെ ഏതൊരു ശരാശരി PSC പഠിതാവിന് സുപരിചിതമായ കഥാപാത്രങ്ങളാണ് രവി, അപ്പുക്കിളി, മൈമുന, അള്ളാപ്പിച്ച, മുല്ലാക്ക, നൈസാം അലി തുടങ്ങിയവ. നമുക്കറിയാം ഖസാക്കിൻ്റെ ഇതിഹാസം. ഖസാക്കിൻ്റെ ഇതിഹാസത്തിലാണ് ഈ പറയുന്ന കഥാപാത്രങ്ങൾ വരിക.
അപ്പുകിളി ഒരു കുതിരത്തലേനായി പ്രത്യക്ഷപ്പെടുന്ന അപ്പുകിളി. OV വിജയൻ, ഓട്ടുപുലാക്കൽ വേലുക്കുട്ടി വിജയൻ എഴുതിയ ഖസാക്കിൻ്റെ ഇതിഹാസം, മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പഠിക്കപ്പെട്ട നോവലാണ് ഖസാക്കിൻ്റെ ഇതിഹാസം. കാര്യം അത് മലയാള നോവൽ ചരിത്രത്തെ തന്നെ രണ്ടാക്കി വിഭജിച്ചാണ്. ഖസാക്കിന് മുമ്പും പിമ്പും എന്ന് രണ്ടാക്കി വിഭജിച്ച കൃതിയാണ് ഖസാക്ക്. അത്രയേറെ സ്വാധീനം ചെലുത്തിയ നിർണായക സ്ഥാനമുള്ളതാണ് OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം. അതിലാണ് അപ്പുകിളിയെ കൂടാതെ രവി, അല്ലെ കേന്ദ്ര കഥാപാത്രം രവിയാണ്. പിന്നെ കുട്ടികളുടെ പേടി സ്വപ്നമായ അള്ളാ മുടിച്ചാ മുല്ലാക്ക എന്നവർ പറയുന്ന അള്ളാ പിച്ചാ മുല്ലാക്ക, പിന്നെ ഖസാക്കിലെ ആകാശം എന്ന് വിജയൻ തന്നെ വിശേഷിപ്പിക്കുന്ന മൈമുന, വെള്ളാരം കണ്ണുകൾക്ക് പിന്നിൽ മറച്ചു വെച്ച ദുരൂഹതയുമായി വരുന്ന നൈസാമലി, പിന്നെ ഈ രവി ചെന്ന് ഏകാധ്യാപക വിദ്യാലയം ആരംഭിക്കുന്ന മാധവൻ നായരുടെ കളപ്പുര ഒക്കെ. തസ്രാക്ക് എന്ന പാലക്കാടൻ ഗ്രാമത്തെയാണ് ഖസാക്ക് എന്ന അർദ്ധസാങ്കല്പിക ഗ്രാമമാക്കി OV വിജയൻ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ OV വിജയൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നതും പാലക്കാട് ജില്ലയിലെ തസ്രാക്കിലാണ്. ഇന്ന് അത് സാഹിത്യ കുതികളുടെ തീർത്ഥാടന കേന്ദ്രമാണ്, അല്ലെങ്കിൽ അതൊരു ഓണം കയറാൻ മൂലയായിരുന്നു ഈ തസ്രാക്ക്. അതാണ് ഖസാക്കിൻ്റെ ഇതിഹാസം. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തി നേടിയത്? കീലേരി കുഞ്ഞിക്കണ്ണൻ പൂരക്കളി, കഥകളി, സർക്കസ്, ചവിട്ടുനാടകം. ഇതിൻ്റെ ശരിയുത്തരം ഓപ്ഷൻ സി, സർക്കസ് എന്നാണ്. നമുക്കറിയാം കേരളത്തിൽ സർക്കസിൻ്റെ കേന്ദ്രമാണ് തലശ്ശേരി, ഇല്ലേ? തലശ്ശേരിയിൽ നിന്നാണ് ധാരാളം സർക്കസ് കമ്പനികളും സർക്കസ് കലാകാരന്മാരും ഒക്കെ രൂപം കൊണ്ടത്. ആ സർക്കസ് കലയുമായി ബന്ധപ്പെട്ട കലാകാരനാണ് കീലേരി കുഞ്ഞിക്കണ്ണൻ. മറ്റൊന്ന് നോക്കാം. തിക്കൊടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര്? കുഞ്ഞനന്ദൻ നായർ, അപ്പുകുട്ടൻ നായർ, KK നീലകണ്ഠൻ, കുട്ടിക്കൃഷ്ണമാരാർ. തിക്കൊടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് P കുഞ്ഞനന്ദൻ നായരാണ്. നാടകാചാര്യൻ എന്ന നിലയിൽ ശ്രദ്ധേയനായ P കുഞ്ഞനന്ദൻ നായരാണ് തിക്കൊടിയൻ എന്ന തൂലികാനാമം സ്വീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ ആത്മകഥ വളരെ പ്രശസ്തമാണ്. അരങ്ങു കാണാത്ത നടൻ എന്ന ആത്മകഥ എഴുതിയ ആളാണ് P കുഞ്ഞനന്ദൻ നായർ എന്ന തിക്കൊടിയൻ. KK നീലകണ്ഠൻ, ഒരു പക്ഷി നിരീക്ഷകൻ, അധ്യാപകൻ, പ്രഭാഷകൻ എന്നീ നിലയിൽ പ്രസിദ്ധനായ KK നീലകണ്ഠൻ സ്വീകരിച്ച തൂലികാനാമം ഇന്ദുചൂടൻ എന്നതാണ്. KK നീലകണ്ഠൻ അറിയപ്പെടുന്നത് ഇന്ദുചൂടൻ എന്ന പേരിലാണ്. നോക്കാം അടുത്ത ചോദ്യം. ആശയഗംഭീരൻ എന്നറിയപ്പെടുന്ന മലയാള കവി. ആശയഗംഭീരൻ. പൂന്താനം, ചെറുശ്ശേരി, വള്ളത്തോൾ, കുമാരനാശാൻ. നമുക്കറിയാം കുമാരനാശാനെയാണ് ആശയഗംഭീരൻ എന്നറിയപ്പെടുന്നത്. വള്ളത്തോളിനെ ശബ്ദസുന്ദരനെന്നും ചെറുശ്ശേരിയെ ഋതുക്കളുടെ കവിയെന്നും പൂന്താനത്തെ മലയാളത്തിലെ ഭക്തകവി അല്ലെങ്കിൽ സൂർദാസ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നു. ആശയഗംഭീരൻ എന്നറിയപ്പെടുന്നത് കുമാരനാശാനെയാണ്. നവനവങ്ങളായ ആശയങ്ങൾ മലയാളത്തിൽ അവതരിപ്പിക്കുന്നതിൽ അനിതര സാധാരണമായ പാടവം ആശാൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങനെ പറഞ്ഞത്. ഒരുപക്ഷെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടി അദ്ദേഹം BA ഓണേഴ്സ് ഇംഗ്ലീഷ് ബിരുദം നേടിയ ആളാണ്. ആ പാശ്ചാത്യ സാഹിത്യവുമായിട്ടുള്ള സമ്പർക്കമാകാം അദ്ദേഹത്തിന് അതിന് പ്രാപ്തി നൽകിയത്. വീണപൂവ്, കരുണ, ലീല, നളിനി, അതുപോലുള്ള ധാരാളം ഖണ്ഡകാവ്യങ്ങളും പിന്നെ ഇഷ്ടം പോലെ ലഘു കവിതകളും കുമാരനാശാൻ്റെ വകയായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിന്താവിഷ്ടയായ സീതയൊക്കെ വളരെ പ്രസിദ്ധവുമാണ്. പുതിയ ആശയങ്ങൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ റൊമാൻറ്റിസിസം, കാൽപ്പനികത പോലുള്ള പുതിയ കാവ്യ സങ്കേതങ്ങൾ മലയാളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് കുമാരനാശാനാണ്. മലയാളത്തിലെ ആദ്യത്തെ കാൽപ്പനിക ഖണ്ഡകാവ്യവും ആശാൻ എഴുതിയ വീണപൂവാണ്. കൊഴിഞ്ഞുകിടക്കുന്ന കുസുമചേതനയിൽ മനുഷ്യചേതനയെ ആരോപിച്ചുകൊണ്ട് ഇതുപോലെയാണ് മനുഷ്യജീവിതമെന്നും വൈരാഗ്യമേറിയ വൈരിയാട്ടെ ഏറ്റ വൈരിക്ക് മുമ്പ് ഉടറി ഓടിയ ഭീരുവാട്ടെ ആരാകിലെന്ത് മിഴിയുള്ളവർ നോക്കി നിന്നിരിക്കാം നിന്നെ ഇന്നലെ വരെ, പക്ഷേ ഇന്നെങ്ങനെ കണ്ണേ മടങ്ങുക കരിഞ്ഞു വലിഞ്ഞു വാശു മണ്ണാകും ഈ മലർ വിസ്മൃതമാകും ഇപ്പോൾ എന്ന് വീണ് കിടക്കുന്ന പൂവിനെ നോക്കി പാടാനുള്ള ആശയഗാംഭീര്യം കുമാരനാശാനുണ്ടായത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ആശയഗംഭീരൻ എന്ന് പറയുന്നത്. അടുത്ത കുമാരനാശാനെ കൂടാതെ മറ്റ് പല കവികൾക്കും നമ്മൾ വിശേഷണങ്ങൾ കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു വള്ളത്തോളിനെ ശബ്ദസുന്ദരൻ എന്ന് വിശേഷിപ്പിക്കുന്നതിനോടൊപ്പം കേരള വാൽമീകി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നു. ആ വള്ളത്തോളിനെ തന്നെ കേരള ടെന്നിസൺ എന്നും അറിയപ്പെടുന്നു. വാൽമീകി രാമായണം മലയാളത്തിലേക്ക് സമ്പൂർണ്ണമായി തർജ്ജമ ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തെ കേരള വാൽമീകി എന്ന് പറയുന്നത്. ആൽഫ്രഡ് ലോർഡ് ടെന്നിസൺ, A.L. ടെന്നിസൺ പോലെ ദേശസ്നേഹം തുളുമ്പുന്ന കവിതകൾ എഴുതിക്കൊണ്ടാണ് വള്ളത്തോളിനെ കേരള ടെന്നിസൺ എന്നറിയപ്പെടുന്നത്. അതുപോലെ അദ്ദേഹത്തെ കേരള ടാഗോർ എന്നറിയപ്പെടുന്നു വള്ളത്തോളിനെ. കാരണം
ടാഗോർ, ഇന്ത്യയുടെ ദേശീയ കവിയായി നമ്മൾ സ്വീകരിക്കുന്ന ടാഗോറിനെ, അതുപോലെ കേരളത്തിൻ്റെ സംസ്ഥാന കവിയായി സ്വീകരിച്ചിരിക്കുന്ന വള്ളത്തോളിനെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ആ പേരുകളിൽ അറിയപ്പെടുന്നു. ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ചെറുശ്ശേരി നമ്പൂതിരിയാണ്. ഈ ചിത്രത്തിൽ കാണുന്നത് കുമാരനാശാൻ്റെ ചിത്രമാണ്. അദ്ദേഹത്തെയാണ് ആശയഗംഭീരൻ എന്ന് നമ്മൾ പറയുന്നത്. കേരള സൂർദാസ് എന്നറിയപ്പെടുന്നത് പൂന്താനം നമ്പൂതിരിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ. ഇതാരുടെ വാക്കുകൾ? വള്ളത്തോൾ, ONV കുറുപ്പ്, ഇടശ്ശേരി, പൂന്താനം. നമുക്കറിയാം, വളരെ പ്രസിദ്ധമാണ്. മാതൃഭാഷാ സ്നേഹം തുടിക്കുന്ന ഈ വരികൾ എഴുതിയ വള്ളത്തോൾ നാരായണ മേനോനാണ്. അദ്ദേഹത്തിൻ്റെ സാഹിത്യമഞ്ജരിയിലെ എൻ്റെ ഭാഷ എന്ന കവിതയിലാണ് അദ്ദേഹം പറഞ്ഞത്, മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ. അതേ കവിതയിൽ അദ്ദേഹം പറഞ്ഞു, എത്ര വിദേശ ഭാഷാഭിജ്ഞനാകിലും മർത്യന് തൻ ഭാഷയൊന്നുകൊണ്ടേ ശക്തിയുണ്ടായി വരൂ, ശക്തിമത്താകിയ ഹൃദ്യകാരത്തെ വെളിപ്പെടുത്താനെന്നും മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ എന്നൊക്കെ പറഞ്ഞത് ഈ എൻ്റെ ഭാഷ എന്നതിലാണ്. വള്ളത്തോൾ നാരായണ മേനോൻ്റെ വരികളാണത്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, അതായത് മറ്റ് ഭാഷകളൊക്കെ വളർത്തമ്മമാരെ പോലെയാണ്. മനുഷ്യന് സ്വന്തം ഭാഷയെ, സ്വന്തം അമ്മയെ പോലുള്ളത്, പെറ്റമ്മയായിട്ടുള്ളത് മാതൃഭാഷയാണ് എന്ന് പറഞ്ഞത് ONV കുറുപ്പല്ല, ഇടശ്ശേരിയല്ല, പൂന്താനമല്ല, വള്ളത്തോൾ നാരായണ മേനോനാണ്. അടുത്ത ചോദ്യം. നന്മകൾ കേട്ടത് കണ്ടത് ചൊല്ലാൻ നാക്കിനു കഴിയട്ടെ, തിന്മകൾ കണ്ടാൽ കൊത്തിക്കീറാൻ കൊക്കിന് കഴിയട്ടെ. ഈ വരികൾ രചിച്ച കവി ആര് എന്നാണ്. നന്മകൾ കേട്ടത് കണ്ടത് ചൊല്ലാൻ നാക്കിന് കഴിയട്ടെ, തിന്മകൾ കണ്ടാൽ കൊത്തിക്കീറാൻ കൊക്കിന് കഴിയട്ടെ. തന്നിരിക്കുന്ന ഓപ്ഷനുകൾ അയ്യപ്പ പണിക്കർ, വള്ളത്തോൾ, ONV, മധുസൂദനൻ നായർ എന്നിവരാണ്. നമുക്ക് പെട്ടെന്ന് ഇതിൽ ONV എന്നൊക്കെ തോന്നിയേക്കാം, പക്ഷേ ഈ വരികൾ എഴുതിയത് ഡോക്ടർ K അയ്യപ്പ പണിക്കരാണ്. അയ്യപ്പ പണിക്കരുടെ വരികളാണ് നന്മകൾ കേട്ടത് കണ്ടത് ചൊല്ലാൻ നാക്കിന് കഴിയട്ടെ, തിന്മകൾ കണ്ടാൽ കൊത്തിക്കീറാൻ കൊക്കിന് കഴിയട്ടെ എന്ന വരികൾ എഴുതിയത്. പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ വിഷുക്കാലമല്ലേ കണിക്കൊന്നയല്ലേ എന്നെഴുതിയ അയ്യപ്പ പണിക്കർ എഴുതിയതാണ്. അതുപോലെ കം തകം പാതകം കൊലപാതകം വാഴക്കൊലപാതകം നേത്രവാഴക്കൊലപാതകം പാതകം കൊലപാതകം എന്നെഴുതിയ അയ്യപ്പ പണിക്കരുടെ വരികളാണ് ഈ കണ്ടത്. നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. രചയിതാക്കളെയും രചനകളെയും ചേരുംപടി ചേർക്കുക എന്നതാണ്. നമുക്കൊന്ന് നോക്കാം. രാമപുരത്ത് വാര്യർ, വഞ്ചിപ്പാട്ടിൻ്റെ ഉപജ്ഞാതാവാണ് രാമപുരത്ത് വാര്യർ. അദ്ദേഹത്തിൻ്റേതാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ട്. കുഞ്ചൻ നമ്പ്യാർ നമുക്കറിയാം, അദ്ദേഹം തുള്ളലിൻ്റെ ആളാണ്. അപ്പോൾ ഘോഷയാത്ര തുള്ളൽ അത് കുഞ്ചൻ നമ്പ്യാരുടേതാണ്. സുഭാഷ് ചന്ദ്രൻ നോവലിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ പറുദീസ നഷ്ടം എന്ന നോവൽ അദ്ദേഹത്തിൻ്റേതാണ്. കാളിദാസൻ എഴുതിയത് എന്ന് വിശ്വസിക്കപ്പെടുന്ന ആദ്യ കൃതിയാണ് ഋതുസംഹാരം. അപ്പോൾ ഇവിടെ ശരിയുത്തരമായി വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ, അതായത് 1 രാമപുരത്ത് വാര്യരുടേത് കുചേലവൃത്തം വഞ്ചിപ്പാട്ട്, 2 കുഞ്ചൻ നമ്പ്യാരുടേത് ഘോഷയാത്ര തുള്ളൽ, സുഭാഷ് ചന്ദ്രൻ്റെ നോവൽ പറുദീസ നഷ്ടം, കാളിദാസൻ്റെ മഹാകാവ്യം ഋതുസംഹാരം. നമുക്ക് അടുത്ത ചോദ്യം കൂടി പരിശോധിക്കാം. ഋഷ്യശൃംഖനും അലക്സാണ്ടറും എന്ന നാടകം രചിച്ചത് ആര്? NN പിള്ള, N കൃഷ്ണപിള്ള, വൈലോപ്പിള്ളി ശ്രീധരമേനോൻ, ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ഇതിൽ NN പിള്ള, N കൃഷ്ണപിള്ള നാടകവുമായി ബന്ധപ്പെട്ടാണ്. NN പിള്ള നമുക്കറിയാം 500 വേഷം കെട്ടി NN പിള്ള, അത് ഞാൻ എന്ന ആത്മകഥ എഴുതിയത്. അതുപോലെ N കൃഷ്ണപിള്ള മലയാളത്തിൻ്റെ, കേരളത്തിൻ്റെ ഇബ്സൻ എന്നറിയപ്പെടുന്ന മലയാളത്തിലെ ആദ്യത്തെ റിയലിസ്റ്റിക് നാടകമായ ഭഗ്നഭവനവും കന്യകയൊക്കെ എഴുതിയ N കൃഷ്ണപിള്ളയും നാടകമാണ്. എന്നാൽ വൈലോപ്പിള്ളി, ഇടശ്ശേരി കവികളാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അവരെ രണ്ടുപേരെയും അങ്ങ് മാറ്റി വയ്ക്കാൻ തോന്നും. എന്നാൽ ഇടശ്ശേരി നാടകം എഴുതിയിട്ടുള്ള നമുക്കറിയാം കൂട്ടുകൃഷി, എണ്ണിച്ചുട്ടാപ്പം, കളിയും ചിരിയും തുടങ്ങിയ നാടകങ്ങളൊക്കെ ഇടശ്ശേരിയുടെ വകയാണ്. വൈലോപ്പിള്ളി നാടകം എഴുതിയതായി നമ്മൾ പ്രതീക്ഷയില്ല. ഇടശ്ശേരി വേണമെങ്കിൽ എഴുതാം എന്ന് നമുക്ക് പിന്നെയും തോന്നാം. എന്നാൽ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എഴുതിയ നാടകമാണ് ഋഷ്യശൃംഖനും അലക്സാണ്ടറും. മാമ്പഴത്തിൻ്റെ കവി എന്നറിയപ്പെടുന്ന, കാഴ്ചക്കുറുക്കിയ കവിതകൾ എഴുതുന്ന, മലയാളത്തിൻ്റെ ശ്രീ എന്നറിയപ്പെടുന്ന വൈലോപ്പിള്ളി ശ്രീധരമേനോൻ, അദ്ദേഹത്തിൻ്റെ നാടകമാണ് ഋഷ്യശൃംഖനും അലക്സാണ്ടറും. കന്നിക്കൊയ്ത്ത്, മകരക്കൊയ്ത്ത്, വിട, ശ്രീരേഖ, കൈപ്പവല്ലരി, ഊഞ്ഞാലിൽ തുടങ്ങിയ കവിതകളൊക്കെ എഴുതിയ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ, എൻ്റെ കാവ്യലോക സ്മരണകൾ എന്ന ആത്മകഥ എഴുതിയ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എഴുതിയ നാടകമാണ് ഋഷ്യശൃംഖനും അലക്സാണ്ടറും. ഈ വൈലോപ്പിള്ളി ശ്രീധരമേനോനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് തന്നെ കാച്ചിക്കുറുക്കിയ കവിതകൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ കവിതകളെ വിശേഷിപ്പിക്കുന്നത്. മലയാളത്തിൻ്റെ ശ്രീ എന്നറിയപ്പെടുന്നത് വൈലോപ്പിള്ളിയാണ്. മാമ്പഴത്തിൻ്റെ കവി എന്നറിയപ്പെടുന്നതും അദ്ദേഹമാണ്. കന്നിക്കൊയ്ത്ത് എന്ന സമാഹാരത്തിനകത്താണ് മാമ്പഴം. അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുക, അമ്മ തൻ നേത്രത്തിൽ നിന്ന് ഉതിർന്നു ചുടുകണ്ണീരെന്ന് പറയുമ്പോൾ പ്രസവത്തിൻ്റെ ഈറ്റുനോ അറിഞ്ഞിട്ടില്ലാത്ത പുരുഷന്മാരുടെ കൺകോണുകളിൽ നിന്ന് പോലും കണ്ണുനീർ ഉറവെടുക്കുന്നതിൻ്റെ കാരണം മാതൃസ്നേഹത്തിൻ്റെ ഉച്ചസ്ഥായിയിൽ നിന്നുകൊണ്ടാണ് വൈലോപ്പിള്ളി അത് എഴുതുന്നത് എന്നുള്ളതുകൊണ്ടാണ്.
തനിക്ക് ചെറിയ പ്രായത്തിൽ നഷ്ടപ്പെട്ടു പോയ കൃഷ്ണൻകുട്ടി എന്ന അനുജൻ്റെ സ്മരണയിലാണ് അദ്ദേഹം ഈ മാമ്പഴം അല്ലേ, മലയാള കവിതയുടെ ഐക്കണായി മാറിയ മാമ്പഴം, അത് കന്നിക്കൊയ്ത്ത് എന്നതിനകത്താണ്. ഹാ വിജിഗീഷ് മൃത്യുവിന്നാമോ ജീവിതത്തിൻ കൊടിപ്പടം താഴ്ത്താൻ എന്നെഴുതിയതും കന്നിക്കൊയ്ത്തിനകത്താണ്. അതുപോലെ ശ്രീരേഖ, കുടിയൊഴിക്കൽ തുടങ്ങിയവയെ വിത്തും കൈക്കോട്ടും, ഓണപ്പാട്ടുകാർ, കടൽക്കാക്കകൾ, മകരക്കൊയ്ത്ത്, മൃതസഞ്ജീവനി, ഋഷ്യശൃംഖനും അലക്സാണ്ടറും, കാവ്യലോക സ്മരണകൾ എന്ന അനുഭവക്കുറിപ്പ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് കാവ്യലോക സ്മരണകൾ. വൈലോപ്പിള്ളിയുടെ ഓണപ്പാട്ടുകാർ, അതുപോലെ വിഷുക്കണി തുടങ്ങിയ നാടകങ്ങൾ തുടങ്ങിയ കവിതകളൊക്കെ വളരെ പ്രസിദ്ധമാണ്. ഏത് ധൂസര സങ്കല്പത്തിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൻ വിശുദ്ധിയും മണവും മമതയും ഇത്തിരി കൊന്ന പൂവും എന്നത് മലയാളികൾക്ക് സുപരിചിതമാണ്. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ നൽകിയിരിക്കുന്നതിൽ SK പൊറ്റക്കാടിൻ്റെ രചനകൾ മാത്രം ഉൾപ്പെട്ടതേത്? പൊറ്റക്കാടിൻ്റെ രചനകൾ മാത്രം. തന്നിരിക്കുന്ന ഓപ്ഷനുകൾ: വിഷകന്യക, ചന്ദ്രകാന്തം, ബാലിദ്വീപ്, എൻ്റെ വഴിയമ്പലങ്ങൾ. ബി സർഗസംഗീതം, ആയിഷ, നാടൻ പ്രേമം, രാജാങ്കണം. സി മേഘഛായ, ആയിഷ, ഋഷിപ്രസാദം, ഉജ്ജയിനി. ഡി അഗ്നിശലഭങ്ങൾ, ഏണിപ്പടികൾ, തോരാമഴ, ഒരു ദേശത്തിൻ്റെ കഥ. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ വിഷകന്യക, അത് പൊറ്റക്കാടിൻ്റെ നോവലാണ്. ചന്ദ്രകാന്തം അദ്ദേഹത്തിൻ്റെ കഥാസമാഹാരമാണ്. ബാലിദ്വീപ് പൊറ്റക്കാടിൻ്റെ യാത്രാവിവരണമാണ്. എൻ്റെ വഴിയമ്പലങ്ങൾ പൊറ്റക്കാടിൻ്റെ ആത്മകഥയാണ്. അപ്പോൾ ഓപ്ഷൻ എ നമുക്ക് ശരിയായി കിട്ടി. ആ ഓപ്ഷൻ എയിലാണ് പൊറ്റക്കാടിൻ്റെ രചനകൾ മാത്രമുള്ളത്. അടുത്ത ഓപ്ഷനിലേക്ക് വന്നപ്പോൾ സർഗസംഗീതം, ആയിഷ, ഇതൊക്കെ വയലാറിൻ്റേതാണ്. അപ്പോൾ തന്നെ പോയി. നാടൻ പ്രേമം ഇദ്ദേഹത്തിൻ്റേതാണ്. രാജാങ്കണം ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ കുട്ടികൃഷ്ണമാരാരുടേതുമാണ്. എന്നാൽ സർഗസംഗീതം, ആയിഷയൊക്കെ, നാടൻ പ്രേമം മാത്രമാണ് ഓപ്ഷൻ ബിയിൽ പൊറ്റക്കാടിൻ്റെ വകയായിട്ടുള്ളത്. സർഗസംഗീതം വയലാറിൻ്റേതാണ്. വാളല്ലൻ സമരായുധം ക്ഷണക്ഷണ ഘ്വാണം മുഴക്കുവാൻ ആളല്ലൻ ഉടവാൾ വിറ്റ് മണിപ്പൻ വീണ വാങ്ങി ഞാനെന്നൊക്കെ പ്രഖ്യാപിച്ചത്. അതുപോലെ മേഘഛായ, അത് ശങ്കരക്കുറുപ്പ് കാളിദാസൻ്റെ മേഘസന്ദേശത്തിൽ നടത്തിയ പരിഭാഷയാണ് മേഘഛായ. ആയിഷ നമ്മൾ നേരത്തെ കണ്ടു വയലാറിൻ്റേതാണ്. ഉജ്ജയിനി ONVയുടേതാണ്. അതുപോലെ ഓപ്ഷൻ ഡി വരുമ്പോഴും അഗ്നിശലഭങ്ങൾ ONVയുടേതാണ്. ഏണിപ്പടികൾ തകഴിയുടേതും തോരാമഴ റഫീഖിൻ്റെയും ദേശത്തിൻ്റെ കഥ മാത്രം പൊറ്റക്കാടിൻ്റേതാണ്. അപ്പോൾ പൊറ്റക്കാടിൻ്റെ രചനകൾ മാത്രം ഉൾപ്പെട്ടത് ഓപ്ഷൻ എ ആണ്. SK പൊറ്റക്കാട് കേരള ജോൺ ഗന്ദർ എന്നറിയപ്പെടുന്നു. കേരളത്തിൻ്റെ ജോൺ ഗന്ദർ എന്നറിയപ്പെടുന്ന SK പൊറ്റക്കാടാണ്. ജോൺ ഗന്ദർ ഒരു അമേരിക്കൻ പാർലമെൻറ്റേറിയനായിരുന്നു. അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഭാഗമായി അമേരിക്കൻ ഐക്യനാടുകളിൽ മാത്രമല്ല ഭൂഖണ്ഡം മുഴുവൻ യാത്ര ചെയ്യാനുള്ള അവസരമുണ്ടായി. പിന്നീട് തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷം തൻ്റെ യാത്രാനുഭവങ്ങളെ മുൻനിർത്തി നിരവധി സഞ്ചാര സാഹിത്യ കൃതികൾ എഴുതുകയും ഇംഗ്ലീഷിലെ സഞ്ചാര സാഹിത്യ കുലപതിയായി മാറുകയും ചെയ്തു ജോൺ ഗന്ദർ. അതുപോലെ മലയാളത്തിലെ സഞ്ചാര സാഹിത്യ കുലപതിയും രാഷ്ട്രീയക്കാരനുമായിരുന്നതിനാലാണ് SK പൊറ്റക്കാടിനെ മലയാളത്തിൻ്റെ ജോൺ ഗന്ദർ എന്നറിയപ്പെടുന്നത്. പൊറ്റക്കാട് 1962 മുതൽ 67 വരെ തലശ്ശേരി മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്ത ലോക്സഭാ അംഗമായിരുന്നു. നമ്മുടെ മലയാളത്തിലെ ജ്ഞാനപീഠ ജേതാക്കളിൽ ലോക്സഭാ അംഗമായിരുന്ന ഒരേ ഒരാളും SK പൊറ്റക്കാടാണ്. സാക്ഷാൽ സുകുമാർ അഴീക്കോടിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം അന്ന് 62 തലശ്ശേരി മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നത്. 1980 16ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവലിനാണ്. അതിൽ പരാമർശിക്കപ്പെടുന്ന ദേശം കോഴിക്കോടുള്ള അതിരാണിപ്പാടമാണ്. അതുകൊണ്ടാണ് ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവലിൻ്റെ ഇംഗ്ലീഷ് തർജ്ജമയുടെ പേര് ടെയിൽസ് ഓഫ് അതിരാണിപ്പാടം എന്നാണ്. ഇങ്ങനെ കോഴിക്കോട് പശ്ചാത്തലമാക്കി കഥകൾ എഴുതുകയും കോഴിക്കോട് ജനിച്ചു വളരുകയും ചെയ്തതിനാൽ അദ്ദേഹത്തെ കോഴിക്കോടിൻ്റെ കഥാകാരൻ എന്നുകൂടി അറിയപ്പെടുന്നു. 1982 ഈ മഹാപ്രതിഭ ഇഹലോകവാസം വെടിഞ്ഞു. കഥാകൃത്ത്, ചെറുകഥാകൃത്ത്, നോവലിസ്റ്റ്, സഞ്ചാര സാഹിത്യകാരൻ, മലയാളത്തിലെ സഞ്ചാര സാഹിത്യ കുലപതി. ഈ 40ലേറെ സഞ്ചാര സാഹിത്യ കൃതികളാണ്. മലയാളത്തിലെ ഏറ്റവും കൂടുതൽ യാത്രാവിവരണം എഴുതിയതും പൊറ്റക്കാടാണ്. ബാലിദ്വീപ്, നൈൽ ഡയറി, എൻ്റെ ആഫ്രിക്കൻ യാത്രകൾ, യൂറോപ്പ്, ഏഷ്യ തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിൻ്റെ യാത്രാവിവരണ കൃതികളാണ്. എൻ്റെ വഴിയമ്പലങ്ങൾ എന്ന ആത്മകഥയും അദ്ദേഹത്തിൻ്റെ വകയായി നമുക്ക് കിട്ടി. കോഴിക്കോടിൻ്റെ സഞ്ചാര സാഹിത്യകാരൻ, കോഴിക്കോടിൻ്റെ കഥാകാരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് പൊറ്റക്കാടാണ്. കാരണം ഈ കോഴിക്കോട്ടുള്ള അതിരാണിപ്പാടത്തെ പശ്ചാത്തലമാക്കി ദേശത്തിൻ്റെ കഥയും കോഴിക്കോട്ടുള്ള മിഠായി തെരുവിനെ പശ്ചാത്തലമാക്കി തെരുവിൻ്റെ കഥയും ഒക്കെ എഴുതിയ ആളാണ് ശ്രീ SK പൊറ്റക്കാട്. അദ്ദേഹത്തിൻ്റെ പൊറ്റക്കാടിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് മൂടുപടം, കുരുമുളക്, ഞാവൽപ്പഴം, ചന്ദ്രകാന്തം, നിശാഗന്ധി, കേരളത്തിൻ്റെ ചോര, അതുപോലെ പുള്ളിമാൻ, സിംഹഭൂമി. SK പൊറ്റക്കാടിൻ്റെ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ കഥ പുള്ളിമാൻ, സിംഹഭൂമി തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകളാണ്. SK പൊറ്റക്കാടിൻ്റേതായ ആദ്യം പ്രസിദ്ധീകരിച്ച കഥ രാജനീതി എന്നതാണ്. പക്ഷേ ഇത്
ഒരു അക്കാലത്ത് പുറത്തിറങ്ങിയിരുന്ന ഒരു കോളേജ് മാഗസിനിലാണ് അടിച്ചു വന്നത്. ഒരു പുസ്തക രൂപത്തിൽ ആദ്യം പുറത്തിറങ്ങിയ അദ്ദേഹത്തിൻ്റെ ചെറുകഥാ സമാഹാരത്തിൻ്റെ പേര് മകനെ കൊന്ന മദ്യം എന്നാണ്. മകനെ കൊന്ന മദ്യം. ആദ്യം അച്ചടിച്ചത് രാജനീതിയാണ്, പക്ഷേ അതൊരു കോളേജ് മാഗസീനിലാണ്. അക്കാലത്ത് കോളേജ് മാഗസീനിൽ അതാത് സ്ഥാപനത്തിലെ ആൾക്കാർ മാത്രമല്ല, വളർന്നു വരുന്ന യുവപ്രതിഭകളും ഒക്കെ എഴുതുമായിരുന്നു. അക്കൂട്ടത്തിലൊരു കോളേജ് മാഗസീനിലാണ് രാജനീതി എന്ന കഥ അച്ചടിച്ചു വരുന്നത്. എന്നാൽ പൊറ്റക്കാടിൻ്റേതായി അച്ചടിച്ച് പുറത്തിറങ്ങിയ ആദ്യത്തെ നോവൽ നാടൻ പ്രേമം എന്നതാണ്. പക്ഷേ പൊറ്റക്കാട് ആദ്യം എഴുതിയ നോവലിൻ്റെ പേര് വല്ലികാദേവി എന്നാണ്. എന്നാൽ മരണം വരെയും അത് അപ്രകാശിതമായി തുടർന്നു. അദ്ദേഹത്തിൻ്റെ അപ്രകാശിത നോവലാണ് വല്ലികാദേവി. അദ്ദേഹം ആദ്യം എഴുതിയെങ്കിലും ആദ്യം അച്ചടിച്ച് പുറത്തിറങ്ങി ഒരു നോവലിസ്റ്റ് എന്ന നിലയിൽ മലയാളികൾക്കിടയിൽ അദ്ദേഹത്തിന് ഇടം നേടിക്കൊടുക്കുന്നത് നാടൻ പ്രേമം എന്ന നോവലാണ്. പാർലമെൻറ്റ് അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ എസ് കെ പൊറ്റക്കാട് നടത്തിയ രചനയാണ് നോർത്ത് അവന്യൂ. നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹം ലോക്സഭാ അംഗമായിരുന്നു. നമ്മുടെ ജ്ഞാനപീഠ ജേതാക്കളിൽ ലോക്സഭാ അംഗമായിരുന്ന ഒരേ ഒരാളും പൊറ്റക്കാടാണ്. ജ്ഞാനപീഠ ജേതാക്കളിൽ രാജ്യസഭാ അംഗമായിരുന്ന ഒരേ ഒരാൾ ശങ്കരക്കുറുപ്പാണ്. അപ്പോൾ ആ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയ കൃതിയാണ് നോർത്ത് അവന്യൂ. അതുപോലെ തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്ക് കുടിയേറ്റം സംഭവിച്ചപ്പോൾ ആ കുടിയേറ്റത്തിൻ്റെ കഥ പറയുന്ന വയനാട് പശ്ചാത്തലമായ അദ്ദേഹത്തിൻ്റെ നോവലാണ് വിഷകന്യക. കുടിയേറ്റ പശ്ചാത്തലത്തിലുണ്ടായ നോവലാണ്. ആഫ്രിക്കൻ പശ്ചാത്തലത്തിൽ രചിച്ച നോവലാണ് കബീന. അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സഞ്ചാര സാഹിത്യ കൃതികളാണ് കാപ്പിരികളുടെ നാട്ടിൽ, പാതിരാ സൂര്യൻ്റെ നാട്ടിൽ, ക്ലിയോപാട്രയുടെ നാട്ടിൽ, നൈൽ ഡയറി, ഇന്തോനേഷ്യൻ ഡയറി, സോവിയറ്റ് ഡയറി, കൈറോ കത്തുകൾ, ലണ്ടൻ നോട്ട്ബുക്ക് തുടങ്ങിയവ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അതിങ്ങനെയാണ്: ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എസ് കെ പൊറ്റക്കാടിൻ്റെ രചനയാണ് ഒരു തെരുവിൻ്റെ കഥ, ഒരു ദേശത്തിൻ്റെ കഥ, വിഷകന്യക, പാതിരാ സൂര്യൻ്റെ നാട്ടിൽ. നമ്മളിപ്പോൾ ചർച്ച ചെയ്തേയുള്ളൂ ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവലിനാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠം കിട്ടുക. അതിൽ പരാമർശിക്കപ്പെടുന്ന ദേശം നമ്മൾ നേരത്തെ പറഞ്ഞു, കോഴിക്കോടുള്ള അതിരാണിപ്പാടമാണ് അതിൽ പരാമർശിക്കപ്പെടുന്ന ദേശം. അതിൽ പ്രത്യക്ഷപ്പെടുന്ന പ്രധാന കഥാപാത്രങ്ങളാണ് ശ്രീധരൻ, വേലുക്കുറുപ്പ് തുടങ്ങിയവരൊക്കെ അതിൽ പ്രത്യക്ഷപ്പെടുന്ന കഥാപാത്രങ്ങളാണ്. അടുത്ത ചോദ്യം നോക്കൂ. നാടകരംഗത്ത് പുതിയ അവബോധം സൃഷ്ടിച്ച നാടകകൃത്ത് CJ തോമസിൻ്റെ നാടകങ്ങൾ ഏതെല്ലാമാണ്? ആ കന്നി തിന്നരുത്, അവൻ വീണ്ടും വരുന്നു, കറുത്ത ദൈവത്തെ തേടി, 1128 ക്രൈം 27. ഇതിൽ CJ തോമസ് എന്ന് കേട്ടാൽ തന്നെ നമ്മൾ ആ രണ്ടാമത്തേത് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരും ഇല്ലേ? CJ തോമസിൻ്റെ മാത്രം കൃതികൾ, CJ തോമസിൻ്റെ കൃതികളാണ് ഈ രണ്ടാമത്തെ അവൻ വീണ്ടും വരുന്നു എന്നതും 1128 ക്രൈം 27. ഇതെല്ലാം CJ തോമസിൻ്റെ നാടകങ്ങളാണ്. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെ? പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ, എറണാകുളം. ഇത് കേരളത്തിലെ ശരാശരി കുട്ടികൾക്കറിയാം, തൃശ്ശൂർ ജില്ലയിലാണ് ഇല്ലേ? തൃശ്ശൂർ ജില്ലയിലെ ചെറുത്തുരുത്തി, ഭാരതപ്പുഴയുടെ തീരത്തുള്ള ചെറുത്തുരുത്തിയിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. 1930 മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട മഹാകവി വള്ളത്തോൾ നാരായണ മേനോനും അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായിരുന്ന പാലക്കാട് രാജ മുകുന്ദരാജായും ചേർന്ന് കഥകളിയുടെ ഉന്നമനം ലക്ഷ്യമിട്ട് സ്ഥാപിച്ച സ്ഥാപനമാണ് കേരള കലാമണ്ഡലം. അത് സ്ഥാപിച്ചത് കഥകളിയുടെ ഉന്നമനം ലക്ഷ്യമിട്ടിട്ടാണെങ്കിലും ഇന്നങ്ങനെയല്ല. കേരളത്തിൻ്റെ എല്ലാ കലകളും അവതരിപ്പിക്കുന്ന, പരിശീലിപ്പിക്കുന്ന ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി, ഒരു കൽപ്പിത സർവകലാശാലയാണ് കേരള കലാമണ്ഡലം. ഇന്ന് അത് 1930 കലാമണ്ഡലം രൂപം കൊണ്ടു. വള്ളത്തോൾ നാരായണ മേനോനും മുകുന്ദരാജായും ചേർന്നാണ് സ്ഥാപിച്ചത്. തൃശ്ശൂർ ജില്ലയിലെ ചെറുത്തുരുത്തി, ഇന്നതിനെ വള്ളത്തോൾ നഗരം എന്ന് പറയുമെങ്കിലും ചെറുത്തുരുത്തിയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. കേരള കലാമണ്ഡലത്തിൻ്റെ ആദ്യത്തെ ചെയർമാനും വള്ളത്തോൾ നാരായണ മേനോൻ തന്നെയായിരുന്നു. അതുപോലെ കേരള കലാമണ്ഡലത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറി നേരത്തെ പറഞ്ഞ മുകുന്ദരാജയാണ്. കേരള കലാമണ്ഡലത്തിൻ്റെ അവസാനത്തെ ചെയർമാൻ ONV കുറുപ്പായിരുന്നു. കാര്യം ഇപ്പോൾ അത് ഡീംഡ് യൂണിവേഴ്സിറ്റി ആയ പിന്നെ ചാൻസലറാണ്. അവസാനത്തെ ചെയർമാൻ ONV കുറുപ്പാണ്. കേരള കലാമണ്ഡലം പുറത്തിറങ്ങുന്ന മാസികയാണ് കേരള കലാമണ്ഡലം എന്ന് തന്നെയാണ് അതിൻ്റെ പേര്. 2007 കൽപ്പിത സർവകലാശാല ഡീംഡ് യൂണിവേഴ്സിറ്റി പദവി ലഭിച്ചു കേരള കലാമണ്ഡലത്തിന്. ആ പദവി ലഭിച്ചതിന് ശേഷം ആദ്യത്തെ വൈസ് ചാൻസലർ KG പൗലോസാണ്. എന്നാൽ നിലവിൽ കലാമണ്ഡലത്തിൻ്റെ ചാൻസലർ മല്ലിക സാരാഭായിയാണ്. നിലവിൽ കേരള കലാമണ്ഡലത്തിൻ്റെ ചാൻസലർ മല്ലിക സാരാഭായിയും വൈസ് ചാൻസലർ B അനന്തകൃഷ്ണനുമാണ്. ചാൻസലർ മല്ലിക സാരാഭായിയും, വിക്രം സാരാഭായിയുടെ പുത്രിയായ മല്ലിക സാരാഭായിയും, വൈസ് ചാൻസലർ B അനന്തകൃഷ്ണനുമാണ്. അടുത്ത ചോദ്യം: രാജാ രവിവർമ്മയുടെ സൃഷ്ടി അല്ലാത്തതേത് എന്നാണ്? വീണമീട്ടുന്ന സ്ത്രീ, ഹംസവും ദമയന്തിയും, ഉമയുടെ തപസ്യ, വിശ്വാമിത്രനും മേനകയും. ഇതിൽ രാജാ രവിവർമ്മയുടെ രചന അല്ലാത്തത് ഉമയുടെ തപസ്യ എന്നതാണ്. വീണമീട്ടുന്ന സ്ത്രീ, ഹംസവും ദമയന്തിയും, വിശ്വാമിത്രനും മേനകയും ഒക്കെ രവിവർമ്മയുടേതാണ്. എന്നാൽ ഉമയുടെ തപസ്യ അദ്ദേഹത്തിൻ്റേതല്ല. നോക്കൂ,
നന്ദലാൽ ബോസ് ആണ് ഉമയുടെ തപസ്യ എന്ന ചിത്രം വരച്ചത്. നന്ദലാൽ ബോസാണ്. രവിവർമ്മയെ നമ്മൾ അറിയപ്പെടുന്ന തന്നെ രാജാക്കന്മാരിലെ ചിത്രകാരൻ, ചിത്രകാരന്മാരിലെ രാജാവ് എന്നീ വിശേഷണങ്ങളിൽ അറിയപ്പെടുന്ന ആളാണ്. കിളിമാനൂർ കോവിലകത്ത് ജനിച്ച രാജാ രവിവർമ്മ. ചിത്രകലാരംഗത്ത് മികവ് പുലർത്തുന്നവർക്ക് 2001 മുതൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് രാജാ രവിവർമ്മ പുരസ്കാരം. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ്, രാജാ രവിവർമ്മയുടെ പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ് അച്ഛൻ, മലബാർ സുന്ദരി, നായർ സ്ത്രീ, നർത്തകി, സ്നാനം കഴിഞ്ഞ സ്ത്രീ, അർജുനനും സുഭദ്രയും, വിദ്യാർത്ഥിനി, ഇന്ത്യയിലെ സംഗീതജ്ഞർ തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ്. മറ്റു ചില ചിത്രങ്ങളാണ് ശ്രീകൃഷ്ണനും യശോദയും, ദമയന്തി ഹംസവാദം, സീതാ സ്വയംവരം, സീതാ അപഹരണം, സീതാ ഭൂപ്രവേശം, ശ്രീരാമ പട്ടാഭിഷേകം, ശ്രീകൃഷ്ണ ജനനം, രാധാമാധവം, വിശ്വാമിത്രനും മേനകയും, ഉദയപൂർ കൊട്ടാരം, ദർഭമുന കൊണ്ട ശകുന്തള, കാദംബരി, നളദമയന്തി, സേതുബന്ധനം, മൈസൂർ ഖേദ തുടങ്ങിയവ. ഇതിൽ ഈ ദർഭമുന കൊണ്ട ശകുന്തളയൊക്കെ നമുക്കറിയാം, നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടല്ലോ, ഇങ്ങനെ ദർഭമുള്ളെടുക്കാനെന്നുള്ള മട്ടിൽ തിരിഞ്ഞു നിൽക്കുന്ന ദമയന്തിയുടെയും, അതുപോലെ ഹംസവും ദമയന്തിയും, ഒരു തൂണിൽ ഇങ്ങനെ കൈവച്ച് നിൽക്കുന്ന ദമയന്തിയും അവിടെ ഇരിക്കുന്ന ഹംസവും ഒക്കെ എല്ലാ ആൾക്കാരുടെയും മനസ്സിലുള്ള ചിത്രങ്ങളാണ്. അടുത്ത ഒരു ചോദ്യം നോക്കാം. 80 വർഷങ്ങൾക്ക് മുമ്പ് ഗുരു ഗോപിനാഥ് രൂപപ്പെടുത്തിയ കേരളത്തിലെ ഒരു പ്രകടന കലയാണ് പടയണി, കേരള നടനം, കൂത്ത്, കളരിപ്പയറ്റ്. നമുക്കറിയാം, നമ്മൾ കേരളത്തിൻ്റേതായൊരു തനത് നൃത്തരൂപം വേണം എന്ന് കരുതി ഗുരു ഗോപിനാഥ് ചിട്ടപ്പെടുത്തിയ നൃത്തരൂപമാണ് കേരള നടനം. കേരള നടനമാണ് അതിൻ്റെ ഉപജ്ഞാതാവ് ഗുരു ഗോപിനാഥാണ്. നമ്മൾ പലവട്ടം നേരത്തെ സൂചിപ്പിച്ചതുമാണ്. കേരള നടനത്തിൻ്റെ ഉപജ്ഞാതാവ്, കേരളത്തിൻ്റേതായ തനത് നൃത്തരൂപങ്ങളിൽ ഒന്നാണ് കേരള നടനം. പ്രശസ്ത നർത്തകനായിരുന്ന ഗുരു ഗോപിനാഥാണ് ഈ നൃത്തരൂപത്തിൻ്റെ ഉപജ്ഞാതാവ്. കഥകളിയുടെ ശാസ്ത്രീയ അടിത്തറ നിലനിർത്തിക്കൊണ്ട് തന്നെ സാധാരണക്കാർക്ക് വേഗത്തിൽ ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലാണ് അദ്ദേഹം ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ കേരള നടനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഗുരു ഗോപിനാഥിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ അറിയേണ്ടത്, ഒന്ന്, അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവിലാണ് ഈ ഗുരു ഗോപിനാഥ് നടന ഗ്രാമം, ഈ കേരള നടനവും മറ്റ് കേരളീയ കലകളും അഭ്യസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കലാക്ഷേത്രമാണ് ഗുരു ഗോപിനാഥ് നടന ഗ്രാമം. അത് തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്നത് കേരള സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള ഒരു സ്വയംഭരണ സ്ഥാപനമാണ് ഇന്നത്. 1995 ഈ ഗുരു ഗോപിനാഥിൻ്റെ നടന ഗ്രാമം സ്ഥാപിക്കപ്പെട്ടത്. 1995. അടുത്ത ചോദ്യം നോക്കൂ. വരയുടെ പരമശിവൻ എന്ന് VKN വിശേഷിപ്പിച്ചത് ആരെ? വരയുടെ പരമശിവൻ എന്ന് VKN വിഷ്ണുനാരായണ നമ്പൂതിരി, പരമേശ്വരൻ നമ്പൂതിരി, KM വാസുദേവൻ നമ്പൂതിരി, കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ഈ VKN നമുക്കറിയാം, വടക്കേക്കൂട്ടാല നാരായണൻകുട്ടി നായർ, അധികാരം, പിന്നെ കോഴി, പയ്യൻ കഥകൾ തുടങ്ങിയവയൊക്കെ എഴുതിയൊരു തനതായ ഭാഷാശൈലി രൂപപ്പെടുത്തിയ ആളാണ് എഴുത്തുകാരനായ VKN. അദ്ദേഹം വരയുടെ പരമശിവൻ എന്ന് വിശേഷിപ്പിച്ചത് സാക്ഷാൽ KM വാസുദേവൻ നമ്പൂതിരി, ആർട്ടിസ്റ്റ് നമ്പൂതിരി എന്നറിയപ്പെടുന്ന KM വാസുദേവൻ നമ്പൂതിരിയെയാണ് അദ്ദേഹം വരയുടെ പരമശിവൻ എന്ന് വിശേഷിപ്പിച്ചത്. വിഷ്ണുനാരായണ നമ്പൂതിരി നമുക്കറിയാം, കവിയാണ്. കൈതപ്രം കവിയും ഗാനരചയിതാവും ഒക്കെയാണ്. പരമേശ്വരൻ നമ്പൂതിരി ഒരു എഴുത്തുകാരനാണ്. ആർട്ടിസ്റ്റ് നമ്പൂതിരി എന്നറിയപ്പെടുന്ന KM വാസുദേവൻ നമ്പൂതിരിയെയാണ് ഇദ്ദേഹം VKN വരയുടെ പരമശിവൻ എന്ന് വിശേഷിപ്പിച്ചത്. G. അരവിന്ദൻ സംവിധാനം ചെയ്ത ഉത്തരായനം എന്ന സിനിമയ്ക്ക് മികച്ച കലാസംവിധായകനുള്ള അവാർഡ് നേടിയത് ഈ ആർട്ടിസ്റ്റ് നമ്പൂതിരിയാണ് 1974. അതുപോലെ നമ്മുടെ MT വാസുദേവൻ നായരുടെ വിഖ്യാതമായ രണ്ടാം ഊഴം എന്ന നോവലിന് വേണ്ടുന്ന ചിത്രങ്ങൾ ഒരുക്കിയതും ആർട്ടിസ്റ്റ് നമ്പൂതിരിയാണ്. രാജാ രവിവർമ്മ പുരസ്കാരം ലഭിച്ചു ഈ മികച്ച കലാകാരന് 2003 രാജാ രവിവർമ്മ പുരസ്കാരം. കുട്ടികളുടെ രാമായണം എന്ന കൃതിയിൽ വരച്ച ചിത്രങ്ങൾക്ക് മികച്ച ബാലസാഹിത്യ കൃതിക്കുള്ള അവാർഡ് ലഭിക്കുകയുണ്ടായി. വരയുടെ പരമശിവൻ എന്ന് VKN വിശേഷിപ്പിച്ചത് ഈ ആർട്ടിസ്റ്റ് നമ്പൂതിരിയാണ്. 2023 ജൂലൈ മാസം 7-ാം തീയതി അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം, തൃശ്ശൂർ, കണ്ണൂർ, കൊച്ചി എന്നിവയാണ് കേരള ഫോക്ലോർ അക്കാദമി. ഫോക്ലോർ എന്താണ്? നാടോടി വിജ്ഞാനീയം. അതിൻ്റെ ആസ്ഥാനം എവിടെയാണ് എന്നാണ് അതിൻ്റെ ഉത്തരം. കണ്ണൂരാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്.
കേരള ഫോക്ലോർ അക്കാദമി, കണ്ണൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതാണ് കേരള ഫോക്ലോർ അക്കാദമി. 1995 ജൂൺ മാസം 28-ാം തീയതിയാണ് ഈ ഫോക്ലോർ അക്കാദമി രൂപീകരിച്ചത്. പക്ഷേ പ്രവർത്തനം ആരംഭിക്കുന്നത് 96 ജനുവരി 20-ാം തീയതിയാണ്. കണ്ണൂർ ജില്ലയിലെ ചിറക്കൽ ആസ്ഥാനമായിട്ടാണത് പ്രവർത്തിച്ചു വരുന്നത്. ആ ഫോക്ലോർ അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ ജി ഭാർഗവൻ പിള്ളയാണ് ആദ്യത്തെ ചെയർമാൻ. നിലവിലെ ചെയർമാൻ OS ഉണ്ണികൃഷ്ണനുമാണ്. അടുത്ത ചോദ്യം നോക്കൂ. ഗദ്ദിക എന്ന പ്രശസ്ത ആദിവാസി കലയെ പരിപോഷിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി ആര്? ഊരാളി, PK കറുപ്പൻ, K കുമാരൻ, PK കാളൻ. നമുക്കറിയാം വയനാട് ജില്ലയിലെ ഗോത്രവിഭാഗങ്ങൾക്കിടയിലെ തനത് കലയാണ് ഗദ്ദിക. ആ ഗദ്ദികയെ പ്രചരിപ്പിക്കുന്നതിലും അതിനെ വളർത്തിക്കൊണ്ടുവരുന്നതിലും ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ച ആൾ PK കാളനാണ്. PK കാളൻ വളരെ ശ്രദ്ധ നേടിയ ഒരു കലാകാരനാണ് PK കാളൻ. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ടാണ് ഒരുപക്ഷെ അന്യം നിന്നു പോകുമായിരുന്ന ഗദ്ദിക എന്ന വയനാടിൻ്റെ കലാരൂപം ഇന്നും നിലനിന്നു പോകുന്നത്. കാളൻ്റെ ശ്രമഫലമായിട്ടാണ്. അങ്ങനെയാണത് കേരളത്തിലെമ്പാടും പ്രചാരം നേടുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. പത്മ സുബ്രഹ്മണ്യം ഏത് നൃത്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൂടിയാട്ടം, ഭരതനാട്യം, മോഹിനിയാട്ടം, കഥക് എന്നിവയാണ്. പത്മ സുബ്രഹ്മണ്യം നമുക്കറിയാം ഭരതനാട്യ രംഗത്തെ വളരെ പ്രശസ്തയായ നർത്തകിയാണ് പത്മ സുബ്രഹ്മണ്യം. ഭരതനാട്യവുമായി ബന്ധപ്പെട്ട കലാകാരിയാണ് പത്മ സുബ്രഹ്മണ്യം. വിവിധ കലാരൂപങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ചില കലാകാരന്മാരെയും കലാകാരികളെയും കൂടി നമുക്ക് പരിചയപ്പെടാം. മോഹിനിയാട്ട നൃത്തത്തിലാണ് കല്യാണിക്കുട്ടിയമ്മ. മോഹിനിയാട്ടത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് കല്യാണിക്കുട്ടിയമ്മയാണ്. അതുപോലെ ഭാരതി ശിവാജി, പല്ലവി കൃഷ്ണൻ തുടങ്ങിയവർ. ഭരതനാട്യത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ആൾക്കാരാണ് മൃണാളിനി സാരാഭായി, പത്മ സുബ്രഹ്മണ്യം, അലർമേൽ വള്ളി തുടങ്ങിയവ. മൃണാളിനി സാരാഭായി നമുക്കറിയാം നമ്മുടെ വിക്രം സാരാഭായിയുടെ പത്നി, മല്ലിക സാരാഭായിയുടെ അമ്മയുമൊക്കെയായ മൃണാളിനി സാരാഭായി. അതുപോലെ അതേ മേഖലയിൽ ഭരതനാട്യത്തിലാണ് ബാലസരസ്വതി, ലീല സാംസൺ, മാളവിക സരൂഗൈ, രുക്മിണി ദേവി, അരുന്ധേൽ, സുനന്ദ നായർ തുടങ്ങിയവർ. കുച്ചിപ്പുടി, ആന്ധ്രാപ്രദേശിൻ്റെ തനത് കലയായ കുച്ചിപ്പുടിയിൽ ശ്രദ്ധേയരായ ആൾക്കാരാണ് വേമ്പതി സത്യനാരായണ, ശോഭ നായിഡു തുടങ്ങിയവർ. അതുപോലെ ഒഡീഷയുടെ തനത് കലയായ ഒഡിസിയിൽ ശ്രദ്ധ നേടിയ ആൾക്കാരാണ് പങ്കജ് ചരൺ, കേളു ചരൺ, സുജാത മഹാപാത്ര, ഇന്ദ്രാണി റഹ്മാൻ, സംയുക്ത പാണിഗ്രാഹി, സൊണാൽ മാൻസിംഗ് തുടങ്ങിയവർ. കഥകിൽ ശ്രദ്ധ നേടിയ ആൾക്കാരാണ് ഗോപി കൃഷ്ണ, ഭാരതി ഗുപ്ത, ശംഭു മഹാരാജ്, ദമയന്തി ജോഷി, പണ്ഡിറ്റ് ബിർജു മഹാരാജ് തുടങ്ങിയവർ. മണിപ്പൂരിൻ്റെ തനത് കലയെ മണിപ്പൂരിയിലാണ് ബിപിൻ സിംഗ് എന്ന കലാകാരൻ ശ്രദ്ധനാകുന്നത്. അതുപോലെ കർണാടക സംഗീതത്തിൽ കർണാടക എന്ന് പറയുന്നതിനേക്കാൾ കർണാട്ടിക് സംഗീതത്തിലാണ് ബാലമുരളീകൃഷ്ണ, MS സുബ്ബലക്ഷ്മി, ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ, പിന്നെ ധാരാളം നമ്മുടെ ഗാനഗന്ധർവൻ വരെയുള്ള ധാരാളം ആൾക്കാർ കർണാടക സംഗീതത്തിൻ്റെ പ്രശസ്തരായവരാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് മാണി മാധവ ചാക്യാർക്ക് അനുയോജ്യമായവ മാത്രം കണ്ടെത്തുക. 1. കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്നറിയപ്പെടുന്നു. കൂടിയാട്ടത്തെക്കുറിച്ച് നാട്യകൽപ്പദ്രുമം എന്ന ഗ്രന്ഥം രചിച്ചു. 1974 പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. ഛത്രവും ചാമരവും എന്ന നിരൂപണ ഗ്രന്ഥം രചിച്ചു. തന്നിരിക്കുന്ന ഓപ്ഷനുകൾ 2, 4, 3, 4 മാത്രം, 1, 2, 3 മാത്രം, 1, 3, 4 മാത്രം, 1, 2, 4 മാത്രം എന്നൊക്കെയാണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്. അതായത് 1, 2, 3. കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്നറിയപ്പെടുന്നത് മാണി മാധവ ചാക്യാരാണ്. അദ്ദേഹം കൂടിയാട്ട മേഖലയിലാണ് കഥകളിക്ക് കണ്ണുകൾ നൽകിയെന്നറിയപ്പെടുന്ന വരുന്നത്. അതുപോലെ കൂടിയാട്ടത്തെക്കുറിച്ച് നാട്യകൽപ്പദ്രുമം എന്ന ഗ്രന്ഥം രചിച്ചത് നമ്മൾ നേരത്തെ അത് ചർച്ച ചെയ്തതാണ്, കേരള അക്കാദമി അവാർഡ് ലഭിച്ചതുമാണ്. അതുപോലെ മറ്റൊരു പ്രസ്താവന കൂടി ശരിയാണ്. 1974 അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു നമ്മുടെ രാജ്യം. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായി വരുന്നത്. മാണി മാധവ ചാക്യാർ കേരളത്തിൻ്റെ പ്രശസ്ത കൂടിയാട്ട കലാകാരനാണ്. കൂടിയാട്ടത്തെക്കുറിച്ച് നാട്യകൽപ്പദ്രുമം എന്ന് എഴുതുന്നു. അതുപോലെ അദ്ദേഹത്തിന് 1964 സംഗീത നാടക അക്കാദമി അവാർഡും 74 പത്മശ്രീ അവാർഡും 76 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിക്കുകയുണ്ടായി. ഇപ്പോൾ നമ്മൾ സാഹിത്യം, ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ എന്ന മേഖലയിലെ കുറേയേറെ ചോദ്യങ്ങളും അനുബന്ധ വസ്തുതകളും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപയോഗപ്രദമായി കാണും എന്ന് കരുതുന്നു. ഇത്തരം ക്ലാസ്സുകളുമായി സഹകാരി റൈസ് പ്ലസ് ഇനിയും നിങ്ങളിലേക്ക് എത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.